ഞാൻ അവിടെയെല്ലാം അരിച്ചുപെറുക്കി. ആ പേപ്പർ കാണാനില്ല. ഈ മുറി മറ്റാരും ഉപയോഗിച്ചിട്ടില്ല. പിന്നെങ്ങനെ ആ ഒരു കടലാസ് മാത്രം കാണാതാകും? ഒരുപക്ഷേ മറ്റാരെങ്കിലും ഈ റൂമിൽ അതിക്രമിച്ചു കടന്ന് കാണുമോ? ഞാൻ റൂമിന് പുറത്തിറങ്ങി. കയ്യിലുള്ള താക്കോൽ കൊണ്ട് വാതിൽ പൂട്ടി നോക്കി. പൂട്ടിന് യാതൊരു തകരാറും സംഭവിച്ചിട്ടില്ല. ആകെ സംശയിക്കേണ്ടത് ഈ വീടിന്റെ മുതലാളിയെയാണ്. അയാളാകട്ടെ ഒരാഴ്ചയായി ഡെങ്കിപ്പനി പിടിച്ച് കിടപ്പിലാണ്. ഒരു കാരണവശാലും അയാൾക്ക് കടലാസ് എടുക്കാൻ സാധ്യമല്ല. ഞാൻ അലക്സിയെ ഫോണിൽ വിളിച്ചു. താങ്കളെ എത്രയും പെട്ടെന്ന് എനിക്ക് കാണേണ്ടതുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം താങ്കളോട് സംസാരിക്കേണ്ടതുണ്ട്. മിസ്റ്റർ ജോൺ, എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമുക്ക് വൈകുന്നേരം മാത്രമേ കാണാൻ സാധിക്കൂ. താങ്കൾക്ക് സമ്മതമാണോ? ഞാൻ സമ്മതിച്ചു. ഫോൺ ഡിസ്കണക്റ്റ് ആയി. വൈകുന്നേരം അലക്സിയെ കാണാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. അത്യാവശ്യം വേണ്ട രേഖകൾ എല്ലാം ബാഗിൽ വെച്ച ശേഷം ഞാനൊരു റിക്ഷ പിടിച്ച് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ചെന്നിറങ്ങി. എന്നെ ആരോ പിന്തുടരുന്നത് പോലെ പലപ്പോഴും എനിക്ക് തോന്നിയിരുന്നു. സമയം 4:40. മലബാർ എക്സ്പ്രസ് വന്ന് നിന്നു. ഞാൻ അവിടെയാകെ അയാളെ തിരഞ്ഞു. ഹലോ മിസ്റ്റർ ജോൺ, ഒരുപാട് സമയായോ താങ്കൾ എത്തിയിട്ട്? ഞാൻ ചോദ്യം കേട്ട് തിരിഞ്ഞു. അലക്സി. ആൾ നല്ല വണ്ണം വെച്ചിട്ടുണ്ട്. കോട്ടാണ് വേഷം. മുഖത്ത് ഒരു കണ്ണട സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അതിന്റെ ഫ്രെയിം ഏതാണ്ട് ഒടിയാറായ അവസ്ഥയാണ്. പുരികത്തിൽ പോലും രോമങ്ങൾ നരച്ചു തുടങ്ങിയിരിക്കുന്നു. മുഖം ഷേവ് ചെയ്ത് മിനുസമാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അയാളെ സ്വീകരിച്ച് കയ്യിലെ പെട്ടി വാങ്ങി തറയിൽ വെച്ചു. അയാൾ വന്നെന്നെ കെട്ടിപ്പിടിച്ചു. അയാൾക്ക് നല്ല വിശപ്പുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ക്യാൻറ്റീനിൽ കയറി. ഞാനൊരു ചായ മാത്രം ഓർഡർ ചെയ്തു. അയാൾ ചിക്കൻ കടിച്ച് വലിക്കുന്നതിനിടയിൽ കണ്ണാടിക്ക് മുകളിലൂടെ എന്നെ ഒന്ന് നോക്കി. മിസ്റ്റർ ജോൺ, താങ്കൾ എന്നെ വിളിച്ച് ഇത്രയും ദൂരം വെറുതെ വരുത്തില്ല എന്നെനിക്ക് നല്ല വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. ഞാൻ ചായ ഒരിറക്ക് കുടിച്ചുകൊണ്ട് അയാളെ തന്നെ ശ്രദ്ധിച്ചു. അതെ അലക്സി, എനിക്ക് പറയാനുള്ളത് പള്ളിയിൽ നടന്ന കവർച്ചയും അതിനുശേഷമുണ്ടായ അച്ഛന്റെ തിരോധാനത്തെക്കുറിച്ചുമാണ്. അലക്സി എന്നെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പള്ളിയിൽ കവർച്ച നടന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ്. കവർച്ച നടന്ന ശേഷം റാഫേലച്ചനെ പിന്നെ ആരും കണ്ടിട്ടില്ല. പിന്നെ നടന്ന മീറ്റിംഗിൽ പള്ളി കമ്മിറ്റി അംഗങ്ങൾ അച്ഛനെ പ്രതിയാക്കി തന്നെ പ്രസ്താവന നടത്തി. ആരും എതിർക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ മിണ്ടാൻ പോയില്ല. അലക്സി ആഹാരം കഴിക്കുന്നത് നിർത്തി. എന്നിട്ട് ചോദിച്ചു, പള്ളിയിൽ നിന്ന് എന്തൊക്കെ സാധനങ്ങൾ കളവ് പോയെന്ന് താങ്കൾക്ക് നിശ്ചയമുണ്ടോ? ഞാൻ തുടർന്നു. അൾത്താരയിലുണ്ടായിരുന്ന സ്വർണ്ണ കുരിശുൾപ്പെടെ സ്വർണങ്ങളെല്ലാം പോയി. ഭണ്ഡാരങ്ങൾ മൂന്നും കുത്തി തുറന്നു. പക്ഷേ അതിൽ നിന്ന് ഒരു രൂപ പോലും അവർ എടുത്തിട്ടില്ല. അച്ഛന്റെ റൂമിലെല്ലാം വലിച്ചുവാരി ഇട്ടിരിക്കുകയായിരുന്നു. അലമാര പൊളിച്ചിട്ടുണ്ട്. അതിലുണ്ടായിരുന്ന 15,000 രൂപയും അവർ എടുത്തിട്ടില്ല. ഈ അച്ഛനെപ്പറ്റി താങ്കൾക്ക് എന്തെല്ലാം അറിയാം? അലക്സി, ഈ ഇടവകയിൽ നിരവധി അച്ഛന്മാരെ കണ്ടിട്ടുണ്ട്. പക്ഷേ റാഫേൽ അച്ഛൻ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തരായി എല്ലാ വിഷയങ്ങളിലും ആഴത്തിലറിവുള്ള ഒരാളായിരുന്നു. പക്ഷേ അദ്ദേഹം കഴിഞ്ഞ ഒരാഴ്ചയായി എന്തോ ഭയപ്പെട്ടിരുന്നു എന്ന അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങളിൽ നിന്ന് ഞാൻ അനുമാനിക്കുന്നു. ഈ സംഭവം നടക്കുന്നതിന് 2 ദിവസം മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ ബുധനാഴ്ച രാവിലെ, അച്ഛൻ എന്നെ ഫോണിൽ വിളിച്ച് കാണണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. അന്ന് തന്നെ വൈകുന്നേരം ഞാൻ അദ്ദേഹത്തെ വന്ന് കാണുകയും ചെയ്തു. അദ്ദേഹം ഒരു കടലാസ് എന്റെ കയ്യിൽ സൂക്ഷിക്കാൻ തരികയും അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ആ കടലാസ് റോമിലെ തിരുസഭയിൽ എത്തിക്കാൻ വേണ്ട ഇടപാട് ചെയ്യണമെന്നും ഈ വിഷയം അതീവ രഹസ്യമായിരിക്കണമെന്നും സൂചിപ്പിച്ചു. ഞാൻ അന്ന് തന്നെ ആ കടലാസ് വീട്ടിലെ അലമാരയിൽ കൊണ്ടുവച്ചു. വെക്കുന്നതിന് മുമ്പ് അതെന്താണെന്നറിയാൻ എനിക്കൊരു ആകാംക്ഷ തോന്നി. ഞാൻ കവറിൽ നിന്നും ആ കടലാസ് പുറത്തെടുത്തു. അതിലെഴുതിയിരുന്നത് റോമൻ ലിപിയിൽ ആയിരുന്നതിനാൽ എനിക്കൊന്നും തന്നെ മനസ്സിലായില്ല. ഞാൻ പിന്നെ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കാൻ പോയതുമില്ല. വെള്ളിയാഴ്ച അച്ഛനെ കാണാതായത് മുതൽ എനിക്കാകെ ടെൻഷനായി. ഇതിലെന്തോ നിഗൂഢത ഉള്ളതുപോലെ തോന്നി. ഇന്ന് രാവിലെ മുതൽ എന്റെ കയ്യിലുണ്ടായിരുന്ന ആ കടലാസ് കാണാനുമില്ല. ഞാൻ എന്റെ വീട് മുഴുവൻ അരിച്ചുപെറുക്കി. അവിടെയെങ്ങും അങ്ങനെയൊരു കടലാസ് ഉണ്ടായിരുന്നില്ല. അലക്സി കഴിച്ചുകൊണ്ടിരുന്നത് മതിയാക്കി എഴുന്നേറ്റ് കൈ കഴുകി. ഞാൻ ചുറ്റും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആരെങ്കിലും എന്നെ രഹസ്യമായി വീക്ഷിക്കുന്നുണ്ടോ എന്ന്. ഞാൻ ബില്ല് പേ ചെയ്തിട്ട് അലക്സിയെ കൂട്ടി ഒരു റിക്ഷ പിടിച്ച് വീട്ടിലെത്തി. അലക്സി വീടിനു ചുറ്റും നടന്നു നോക്കി. ഞാൻ അപ്പോഴേക്കും പൂട്ടു തുറന്നു. മിസ്റ്റർ ജോൺ,
നിങ്ങളുടെ കയ്യിൽ നിന്നും കടലാസ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ. ഇന്ന് ബുധനാഴ്ച. കൃത്യമായി പറഞ്ഞാൽ ആ കടലാസ് നിങ്ങളുടെ കയ്യിൽ എത്തിയിട്ട് ഒരാഴ്ച തികഞ്ഞിരിക്കുന്നു. ഈ 7 ദിവസങ്ങൾക്കിടയിൽ എന്തെങ്കിലും താങ്കൾ അത് കയ്യിലുണ്ട് എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ടോ? ഞാനൊന്ന് ഓർത്തു നോക്കി. ഇല്ല അലക്സി. ഞാനത് നഷ്ടപ്പെട്ടു എന്ന് തിരിച്ചറിയുന്നത് തന്നെ ഇന്ന് രാവിലെയാണ്. ജോൺ, അങ്ങനെയാണെങ്കിൽ താങ്കൾ ഈ വീട്ടിലുണ്ടായിരിക്കുന്ന സമയം ഏതൊക്കെയാണെന്ന് ഏകദേശം കൃത്യമായൊന്ന് പറയാമോ? അങ്ങനെ നോക്കിയാൽ എല്ലാ ദിവസവും ജോലിക്ക് പോകുന്ന സമയമൊഴിച്ച് ബാക്കിയുള്ള സമയങ്ങളിൽ ഞാൻ ഇവിടെ തന്നെ കാണും. കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ രാവിലെ 8 മണിക്ക് ഇറങ്ങിയാൽ എല്ലാ ദിവസവും വൈകുന്നേരം 5 മണിയോടെ ഞാനിവിടെ എത്തിച്ചേരുകയാണ് പതിവ്. അപ്പോ താങ്കളുടെ ഫാമിലി? അവരൊക്കെ നാട്ടിലാണ് അലക്സി. ഞാൻ അങ്ങോട്ടേക്ക് മാസത്തിൽ ഒരിക്കൽ മാത്രമേ പോകാറുള്ളൂ. 4-5 ദിവസം നിന്നിട്ട് മടങ്ങി വരികയാണ് പതിവ്. അതായത് കഴിഞ്ഞ 7 ദിവസവും താങ്കളുടെ ഈ വാടക വീട്ടിൽ താങ്കളുടെ പരിചയക്കാർ മറ്റാരും തന്നെ കയറിയിട്ടില്ല. തീർച്ചയായും ഇല്ല. ശരി. അപ്പോ ജോൺ, ഈ 7 ദിവസങ്ങളിൽ ഏതോ ഒരു ദിവസം രാവിലെ 8 മണിക്കും വൈകുന്നേരം 5 മണിക്കും ഇടയിൽ താങ്കളുടെ വീട്ടിൽ ഒരാൾ അതിക്രമിച്ചു കടന്നിരിക്കുന്നു എന്ന് മാത്രമല്ല, 2 റൂമുകൾ പൂട്ടു തുറന്ന് അനായാസമായി അലമാരയും തുറന്ന് ആ കടലാസ് കൊണ്ടുപോയിരിക്കുന്നു. രസം എന്താണെന്ന് വെച്ചാൽ ആ ഒരു കാര്യം താങ്കൾക്ക് ഇന്നലെ വരെ മനസ്സിലായില്ല എന്നതാണ്. ഒരു പൂട്ടിനും തകരാർ സംഭവിച്ചിട്ടില്ല എന്നത് തികച്ചും ആശ്ചര്യജനകമായ ഒരു വസ്തുതയാണ്. ഞാൻ നിർവികാരനായി അയാളെ നോക്കി. മിസ്റ്റർ ജോൺ, ഒരു കാര്യം വ്യക്തമാണ്. നിങ്ങളുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ട ആ കടലാസ് വെറുമൊരു കടലാസല്ല. അതിലെന്തോ വലിയൊരു രഹസ്യം മറഞ്ഞു കിടപ്പുണ്ട്. അത് കണ്ടെത്തണമെങ്കിൽ ആ കടലാസ് തിരിച്ചു കിട്ടാതെ നിർവാഹമില്ല. ഇല്ലെങ്കിൽ വാതിൽ തുറക്കാതെ ഈ വീടിനുള്ളിൽ പ്രവേശിക്കാൻ മറ്റൊരു വഴി കൂടി നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അലക്സി വീട് മൊത്തം പരിശോധിച്ചു നോക്കി. അയാളുടെ മുഖത്ത് നിരാശ വ്യക്തമായി കാണാമായിരുന്നു. ജോൺ, നമുക്കൊരു റിക്ഷ പിടിച്ച് പള്ളിയിലേക്ക് പോകാം. ഞാൻ തലയാട്ടി. ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആ പള്ളിമുറ്റത്തെത്തി. അലക്സി തന്റെ മൊബൈലിൽ പള്ളിയുടെ ചിത്രങ്ങൾ പകർത്തിക്കൊണ്ട് ചോദിച്ചു. വിശ്വാസികൾ ഇപ്പോൾ വരാറില്ലേ? ഈ സംഭവത്തിന് ശേഷമുള്ള ഫോറൻസിക് പരിശോധന പൂർത്തിയാക്കിയിട്ടില്ലാത്തതുകൊണ്ട് അറിയിപ്പ് തരുന്നതുവരെ പള്ളി പ്രവർത്തിക്കാൻ പാടില്ല എന്നൊരു നിർദ്ദേശം പോലീസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ നടന്ന് പള്ളിയുടെ പ്രധാന വാതിക്കലെത്തി. ഞങ്ങളെ കണ്ട ഉടൻ ഒരു പോലീസ് ഓഫീസർ പള്ളിയിൽ നിന്നും ഇറങ്ങി വന്നു. ഞാൻ അലക്സിയെ ഓഫീസർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അയാൾ അൾത്താരയ്ക്ക് സമീപം ചെല്ലില്ല എന്ന ഉറപ്പിന്മേൽ ഞങ്ങളെ അകത്തേക്ക് പ്രവേശിക്കാൻ അനുവദിച്ചു. ഞങ്ങൾ ഉള്ളിലേക്ക് കടന്നു. അലക്സി അത്ഭുതത്തോടെ പള്ളിയുടെ ഉൾവശം വീക്ഷിക്കുന്നത് കാണാമായിരുന്നു. മനോഹരമായ ആ ഹാളിൽ ലിയനാർഡോ ഡാവിഞ്ചിയുടെ അന്ത്യ അത്താഴം വലിയൊരു ഫ്രെയിമിൽ വരച്ചു വെച്ചിരിക്കുന്നത് കാണാമായിരുന്നു. യേശുദേവന്റെ കുരിശിൽ തറഞ്ഞ രൂപത്തിന് ഭയങ്കരമായ ഒറിജിനാലിറ്റി തോന്നി. ഞാൻ യേശുവിന്റെ ശരീരത്തിലെ മുറിവുകളെ അത്ഭുതത്തോടെ നോക്കുകയായിരുന്നു. കുറച്ചു സമയത്തെ മൗനം ഭജിച്ചുകൊണ്ട് അലക്സി പറഞ്ഞു. ഈ പള്ളി ഒരു ബ്രിട്ടീഷ് കരവിരുദ്ധ ആണെന്ന് ഞാൻ ഉറപ്പു പറയും. കല്ലുകൾ പാകിയ അതിന്റെ ചുവരുകളിൽ കേഴ്സൺ പ്രഭുവിന്റെയും മൗണ്ട് ബാട്ടൻ പ്രഭുവിന്റെയും ഫോട്ടോസ് വെച്ചിരിക്കുന്നത് എന്റെ ഉറപ്പിനെ സാധൂകരിക്കുന്ന ഒന്നാണ്. അരണ്ട വെളിച്ചം മാത്രം ഉള്ളിൽ തങ്ങി നിൽക്കുന്ന രീതിയിലുള്ള പള്ളിയുടെ നിർമ്മാണം തികച്ചും അഭിനന്ദനമർഹിക്കുന്നു. ഞാൻ യേശുവിന്റെ രൂപക്കൂട് ചൂണ്ടിക്കാട്ടിയിട്ട് പറഞ്ഞു. ആ കാണുന്ന രൂപക്കൂടിന് മുകളിൽ നിന്നാണ് സ്വർണ്ണക്കുരിശ് നഷ്ടപ്പെട്ടത്. അയാൾ സൂക്ഷ്മതയോടെ എല്ലായിടവും നോക്കിക്കണ്ടു. എന്നിട്ട് എന്റെ നേരെ തിരിഞ്ഞിട്ട് ചോദിച്ചു. എവിടെയായിരുന്നു ജോൺ ആ ഭണ്ഡാരപ്പെട്ടികൾ വെച്ചിരുന്നത്? ഞാൻ അവയുടെ ഓരോന്നിന്റെയും സ്ഥാനങ്ങൾ കാട്ടിക്കൊടുത്തു. അയാൾ അവിടെയെല്ലാം വിശദമായി പരിശോധിച്ചു. പള്ളിക്ക് പുറത്തു വന്ന ശേഷം അയാൾ എന്നോട് പറഞ്ഞു. മിസ്റ്റർ ജോൺ, നമ്മൾ കരുതിയ പോലെ ഈ പള്ളിയിൽ മോഷണം നടത്താൻ വേണ്ടിയല്ല അവർ കയറിയത്. ഞാനൊന്ന് ഞെട്ടി. പിന്നെ? അവർക്ക് വേണ്ട ഒരു കടലാസ് റാഫേൽ അച്ഛന്റെ കയ്യിലുണ്ടായിരുന്നു. അതവർക്ക് വളരെയധികം പ്രാധാന്യമുള്ള എന്തോ ഒരു രേഖയാണ്. അച്ഛനെ അവർ എങ്ങോട്ടോ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നു. ആ രേഖകളടങ്ങിയ കടലാസ് താങ്കളുടെ കയ്യിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച വിവരം അച്ഛൻ അവരോട് പറഞ്ഞു കഴിഞ്ഞു. ഒരുപക്ഷേ താങ്കൾ എത്രയും പെട്ടെന്ന് ആ കടലാസ് റോമിൽ കത്തോലിക്ക സഭയിൽ എത്തിക്കും എന്ന ആഗ്രഹം റാഫേൽ അച്ഛനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് അവർ താങ്കളുടെ വീട്ടിൽ അതിക്രമിച്ചു കടന്ന് ആ കടലാസ് സ്വന്തമാക്കിയിരിക്കുന്നു. ഒരുപക്ഷേ ഈ പള്ളിയെ സംബന്ധിച്ച എന്തോ പരമരഹസ്യമാവണം ആ രേഖയിൽ. ഞാൻ ശരിക്കും ഞെട്ടി. പിന്നെ ആശ്വസിച്ചു.
അവർ വീട്ടിൽ നിന്നും ആ കടലാസ് കൈക്കലാക്കിയെങ്കിൽ ഞാൻ അവരുടെ കഥയിലെ കഥാപാത്രമാകില്ലല്ലോ. അപ്പോഴാണ് അലക്സി ശരിക്കും എന്നെ ഞെട്ടിച്ചു കളഞ്ഞത്. പക്ഷേ അച്ഛനെ മരിച്ച നിലയിലോ അല്ലാതെയോ നമുക്ക് കിട്ടിയിട്ടില്ല എന്നത് അർത്ഥമാക്കുന്നത് അവർക്ക് ആ കടലാസും കിട്ടിയിട്ടില്ല എന്നാണ്. ഞാൻ ആലോചിച്ചു. അപ്പോൾ പിന്നെ എന്റെ കൈവശമുണ്ടായിരുന്ന ആ കടലാസ് എങ്ങോട്ട് പോയി? നിങ്ങൾ പേടിക്കേണ്ട ജോൺ. നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. നാളത്തെ പകൽ നമുക്ക് പ്രയോജനപ്പെടുത്തി നോക്കാം. എന്തെങ്കിലും തെളിവ് നമ്മെ തേടി വരും. അതിലൂടെ ഇതിലെ പിന്നിലെ ആൾക്കാരും ലക്ഷ്യവും. തൽക്കാലം താങ്കൾ മനസ്സമാധാനമായി ഒന്ന് ഉറങ്ങിക്കോളൂ. അല്ല, താങ്കൾ പറഞ്ഞതുപോലെയാണ് കാര്യങ്ങളെങ്കിൽ എന്തുകൊണ്ടാണ് പിന്നെ അവർ പള്ളിയിൽ നിന്ന് കുരിശ് മോഷ്ടിക്കുകയും നോട്ടിന്റെ രൂപത്തിലുള്ള പണം എടുക്കാതിരിക്കുകയും ചെയ്തത്? അലക്സി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആദ്യ ശ്രമത്തിൽ അവരുടെ ഉദ്ദേശം പൂർണ്ണമായി നടന്നില്ല എങ്കിൽ അവർക്ക് ആ കടലാസിന് വേണ്ടി വീണ്ടും പള്ളിയിൽ വരേണ്ടതുണ്ട്. അച്ഛന്റെ അലമാരയിലും മേശയുടെ ഡ്രോയറിലും അവർ വിദഗ്ധ പരിശോധന നടത്തിയ ശേഷം അച്ഛനെ അവർ അവിടെ നിന്നും തട്ടിക്കൊണ്ടു പോകുന്ന സമയം വരെയും അയാൾ താങ്കളുടെ പേര് പറഞ്ഞില്ല എങ്കിൽ അവരുടെ മനസ്സിലെ ചിന്ത ഇനിയും പള്ളിയിൽ ഒരിക്കൽ കൂടി വരേണ്ടി വരും എന്നാണ്. അതുകൊണ്ടാണ് അവർ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇത് വെറുമൊരു കവർച്ചാശ്രമം ആണെന്ന് തോന്നിക്കുന്ന വിധത്തിൽ അവർക്കെടുക്കാൻ പറ്റുമായിരുന്ന സ്വർണം മാത്രം എടുത്തുകൊണ്ടുപോയത്. ഭണ്ഡാരങ്ങൾ കുത്തി തുറന്നുവെങ്കിലും അവർ ഒരു രൂപ പോലും എടുത്തില്ല എന്ന് നമുക്ക് അനുമാനിക്കാം. അവരുടെ ഉദ്ദേശങ്ങൾ കേവലം ഒരു സ്വർണ്ണ കുരിശിനും ഒരുപാട് മേലെയാണ് എന്ന് ഞാൻ കരുതുന്നു. ഞാൻ ഒരു ദീർഘനിശ്വാസം വിട്ടു. ഇതെല്ലാം താങ്കളുടെ ഊഹം മാത്രമാണെങ്കിലോ? നമുക്ക് തെളിവൊന്നും കിട്ടിയിട്ടില്ലല്ലോ. അലക്സി ചിരിച്ചു. മിസ്റ്റർ ജോൺ, ഇതൊന്ന് സോൾവ് ആകട്ടെ. താങ്കൾക്ക് എത്ര തെളിവ് വേണമെങ്കിലും ഞാൻ തരാം. ഇപ്പോൾ താങ്കൾ ഒന്നിനെ പറ്റിയും ചിന്തിക്കണ്ട. അല്പം നന്നായി ഉറങ്ങുക മാത്രമാണ് താങ്കൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം. രാത്രി പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. അലക്സി അയാളുടെ കയ്യിലുള്ള ബാഗ് എടുത്ത് തുറന്നു. അതിൽ നിന്നും ഒരു തോക്ക് പുറത്തെടുത്തു. അതിൽ തിരകളുണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് അയാൾ എന്നെ കണ്ടത്. മിസ്റ്റർ ജോൺ, ഇന്നത്തെ രാത്രി താങ്കൾക്ക് ഞാൻ കാവലുണ്ട്. താങ്കളൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. റൂം അടച്ചു കിടന്നുറങ്ങൂ. പുറത്ത് എന്ത് ശബ്ദം കേട്ടാലും താങ്കൾ വാതിൽ തുറക്കാൻ പാടില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം. അലക്സിയുടെ ശ്വാസം നിലയ്ക്കാതെ അവർക്ക് ഞാൻ താങ്കളെ വിട്ടുകൊടുക്കില്ല. അതിനു മുമ്പ് എനിക്ക് താങ്കളിൽ നിന്നും ഒരു പ്രധാന വസ്തുത അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. താങ്കൾ അലമാരയിൽ വെച്ച ആ കടലാസിൽ റോമൻ ലിപിയിൽ എന്തോ എഴുതിയിട്ടുണ്ടെന്ന് താങ്കൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഞാൻ ഉണ്ടെന്ന് തലയാട്ടി. ശരി. ആ അക്ഷരങ്ങൾ പേന കൊണ്ട് എഴുതിയതാണോ അതോ കമ്പ്യൂട്ടറിൽ നിന്നും പ്രിന്റ് ചെയ്തതാണോ? ഞാൻ ആലോചിച്ചു നോക്കി. ആ കടലാസ് ഓർത്തെടുക്കാൻ ശ്രമിച്ചു. കുറെ റോമൻ അക്ഷരങ്ങൾ എന്റെ കൺമുമ്പിൽ കൂടി കടന്നുപോയി. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു. അലക്സി, അത് പേന കൊണ്ടെഴുതിയ കടലാസല്ല. പേന കൊണ്ടെഴുതിയ മറ്റൊരു കടലാസിന്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയായിരുന്നു. ജോൺ, ഫോട്ടോസ്റ്റാറ്റ് ആണെങ്കിൽ അതൊന്നുകിൽ അയാളുടെ കയ്യിൽ തന്നെയുള്ള ഒറിജിനലിന്റെ ഫോട്ടോ കോപ്പി തന്നെയാകാം. അല്ലെങ്കിൽ അയാൾ പേപ്പറിൽ എഴുതിയ ശേഷം ക്യാമറയിൽ പകർത്തിയ ഒരു ഫോട്ടോയുടെ, അല്ലെങ്കിൽ ഏതെങ്കിലും സ്കാനർ ഉപയോഗിച്ച് സ്കാൻ ചെയ്ത പേപ്പറിന്റെ പ്രിന്റ് ഔട്ട് തന്നെയാകാം. ഇനി മറ്റൊരാൾ അയാൾക്ക് മെയിൽ ചെയ്ത ഫോട്ടോ ആണ് അയാൾ പ്രിന്റ് ചെയ്ത ശേഷം കോപ്പിയെടുത്തതെങ്കിലോ? അങ്ങനെയും സാധ്യതയില്ലേ? ഈ സാധ്യതകൾ നമ്മൾ നാളെ ഉപയോഗപ്പെടുത്തുന്നു. അപ്പോൾ ശരി മിസ്റ്റർ ജോൺ. ഗുഡ് നൈറ്റ്. സ്വീറ്റ് ഡ്രീംസ്. ഞാനും തിരിച്ച് ഗുഡ് നൈറ്റ് പറഞ്ഞ ശേഷം പോയി കിടന്നു. ടെൻഷൻ കാരണം ഉറങ്ങാൻ തോന്നിയതേയില്ല. വെറുമൊരു കടലാസ് കഷ്ണത്തിന് ഇത്രയും പ്രശ്നം സൃഷ്ടിക്കാൻ കഴിയുമോ? ഉറക്കം വരാതെ ഞാൻ ആ കട്ടിലിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. ഉണർന്നപ്പോൾ മണി 7. രാവിലെ എപ്പോഴോ ഒന്ന് മയങ്ങി. ഞാൻ പുറത്തേക്കിറങ്ങി. അലക്സി ഷേവ് ചെയ്യുകയാണ്. ഗുഡ് മോർണിംഗ് മിസ്റ്റർ ജോൺ. താങ്കളുടെ ഉറക്കം തീരെ ശരിയായില്ലെന്ന് തോന്നുന്നു. നിങ്ങൾ എഴുന്നേൽക്കാൻ അല്പം വൈകിയതുകൊണ്ട് ഞാൻ അടുക്കളയിൽ കയറി ചായ ഇട്ടു. അയാൾ അടച്ചു വെച്ചിരുന്ന ചായ കപ്പെടുത്ത് എനിക്ക് നേരെ നീട്ടി. താങ്കൾക്കൊരു പക്ഷേ ഇഷ്ടമായെന്ന് വരില്ല. ഞാൻ ചായ ഒരിറക്ക് കുടിച്ചു. അയാളെ അത്ഭുതത്തോടെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, മിസ്റ്റർ അലക്സി, ഇത്രയും രുചിയുള്ളൊരു ചായ അടുത്തെങ്ങും ഞാൻ കുടിച്ചിട്ടില്ല. അയാൾ ഷേവ് ചെയ്യുന്നതിനിടയിൽ ഏറുകണ്ണിട്ട് എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ആഹാ, നല്ല സുഖിപ്പിക്കലാണല്ലോ. രാവിലെ തന്നെ. അതൊക്കെ പോട്ടെ. താങ്കളോട് ഇന്നലെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. നഷ്ടപ്പെട്ട ആ കടലാസ് താങ്കൾ വായിക്കാൻ ശ്രമിച്ചിരുന്നല്ലോ. അതിൽ റോമൻ ലിപിയായിരുന്നുവെന്ന് താങ്കൾ സൂചിപ്പിച്ചു. അതിലെന്തെങ്കിലും സംഖ്യകളോ മറ്റോ ഉണ്ടായിരുന്നോ?
അതല്ലെങ്കിൽ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഞാൻ ആ വാക്കുകൾ ഓർത്തെടുക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കി. അതെ, അവസാന വരിയിൽ 2 ഇംഗ്ലീഷ് വാക്കുകൾ. വാക്കുകൾ എന്ന് പറയാൻ സാധിക്കില്ല. 7 അക്ഷരങ്ങൾ വീതം ചേർത്തു വെച്ചിരിക്കുന്നു. അവയ്ക്കിടയിൽ 2 ഫുൾ സ്റ്റോപ്പും ഒരു കോമയും ഉണ്ടായിരുന്നു. അയാൾ ഷേവ് ചെയ്യുന്നത് നിർത്തി എന്റെ അടുത്തേക്ക് വന്നു. മിസ്റ്റർ ജോൺ, ആ അക്ഷരങ്ങൾ എന്തൊക്കെയാണെന്ന് താങ്കൾക്ക് ഓർത്തെടുക്കാൻ സാധിച്ചാൽ നമുക്ക് താൽക്കാലികമായി എന്തെങ്കിലും ഒരു കൺക്ലൂഷനിൽ എത്തിപ്പെടാൻ സാധിച്ചേക്കും. കമോൺ ജോൺ. ഞാൻ നന്നായി ഓർത്തെടുക്കാൻ ശ്രമിച്ചു. അയാൾ ഒരു പേനയും പേപ്പറും എടുത്ത് എന്റെ അടുത്ത് വന്നു. ഞാൻ ഓരോ അക്ഷരങ്ങൾ ഓർത്തു പറഞ്ഞു. എച്ച് ഡോട്ട് ട്രിപ്പിൾ ജി ഐ ഡബിൾ സി, കോമ ജി എഫ് ഡോട്ട് ഡബിൾ എച്ച് ഡബിൾ എ എച്ച് എ. അയാൾ എല്ലാ ലെറ്ററും എഴുതി വെച്ച ശേഷം പേന കൊണ്ട് കുറേ വെട്ടലും തിരുത്തലും നടത്തി. ജോൺ, ഇത് കൃത്യമാണെന്ന് താങ്കൾക്ക് ഉറപ്പുണ്ടോ? ഞാൻ പറഞ്ഞു. ഉറപ്പു പറയാൻ സാധിക്കില്ല. ഒന്നോ രണ്ടോ അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധ്യതയുണ്ട് എന്നേ പറയാൻ സാധിക്കൂ. അക്ഷരങ്ങൾ ആവർത്തിച്ച് വന്നിരിക്കുന്നത് കൊണ്ടാണ് ഇത്രയെങ്കിലും ഓർത്തു പറയാൻ എനിക്ക് സാധിച്ചത്. ഒരു കാര്യം കൂടി ജോൺ, അക്ഷരങ്ങളുടെ എണ്ണം കൃത്യം തന്നെയല്ലേ? അതൊന്നും എനിക്ക് ഉറപ്പു പറയാൻ സാധിക്കുന്നില്ല. അയാൾ വീണ്ടും ആ പേപ്പറിൽ 5 മിനിറ്റോളം എന്തൊക്കെയോ എഴുതി നോക്കിയ ശേഷം ചാടി എഴുന്നേറ്റു. അയാൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നുണ്ടായിരുന്നു. കിട്ടി! ജോൺ, ഇതൊരു ലൊക്കേഷന്റെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ആകാനാണ് സാധ്യത. അതുകൊണ്ടാണ് ഇടയ്ക്ക് 2 ഡോട്ട് പിന്നെ ഒരു കോമയും വന്നിരിക്കുന്നത്. ഈ അക്ഷരങ്ങളെ A1, B2, C3 എന്ന ക്രമത്തിൽ എഴുതിയാൽ 8.77793, 76.880071 എന്ന് കിട്ടും. ഇത് ഏതോ സ്ഥലത്തിന്റെ സൂചക സംഖ്യകളാണ്. അയാൾ മൊബൈൽ ഇന്റർനെറ്റ് കണക്ട് ചെയ്തു. ഗൂഗിൾ മാപ്പ് എടുത്ത് ഈ 2 സംഖ്യകൾ കോമയും ഡെസിമലും ഉൾപ്പെടെ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് നോക്കി. അയാൾ ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടി. ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞ അക്ഷരങ്ങൾ തെറ്റാണെങ്കിലോ? അയാൾ പറഞ്ഞു, ജോൺ, നിങ്ങൾ അവസാനത്തെ അക്ഷരം മാത്രം തെറ്റിച്ചാൽ 1-2 മീറ്റർ വ്യത്യാസം മാത്രമേ ഉണ്ടാകൂ. ആദ്യ അക്ഷരമാണ് തെറ്റിക്കുന്നതെങ്കിൽ കിലോമീറ്ററുകൾ മാറി സ്ഥലം തെറ്റായി മാത്രമേ കാണിക്കൂ. അപ്പോൾ ആദ്യ അക്ഷരം ഞാൻ തെറ്റിച്ചെങ്കിലോ? അയാൾ മൊബൈൽ എന്റെ നേരെ കാണിച്ചിട്ട് ചോദിച്ചു. എങ്കിൽ മിസ്റ്റർ ജോൺ, എങ്ങനെയാണ് കവർച്ച നടന്ന പള്ളിയുടെ തൊട്ടുപിറകിലെ ശ്മശാനം ഈ മാപ്പിൽ കാണിക്കുന്നത്? ഞാൻ അത്ഭുതപ്പെട്ടു. അപ്പോൾ ഞാൻ ഓർത്തെടുത്ത അക്ഷരങ്ങൾ കൃത്യമാണ്. എനിക്ക് ശരിക്കും സന്തോഷം തോന്നി. താങ്കളുടെ ഓർമ്മശക്തിയെ ഞാൻ അഭിനന്ദിക്കുന്നു ജോൺ. അപ്പോൾ ഒരു കാര്യം വ്യക്തമായി കഴിഞ്ഞു. അതീവ രഹസ്യമായി റാഫേലച്ചൻ സൂക്ഷിച്ചു വെച്ച കടലാസിന് ഈ ശ്മശാനവുമായി എന്തോ നിഗൂഢമായ ബന്ധമുണ്ട്. കവർച്ചാ സംഘത്തിന് ഈ ഒരു വസ്തുത മനസ്സിലാക്കാൻ സാധിച്ചാൽ അപകടമാണ്. അതിനു മുന്നേ നമ്മൾ ആ രഹസ്യം കണ്ടെത്തിയേ പറ്റൂ. ഞാൻ എന്തു പറയണം എന്നറിയാതെ അന്തം വിട്ടു നിൽക്കുകയായിരുന്നു. നമുക്ക് ആ പള്ളിയിലെ പുതിയ വികാരിയോട് സംസാരിച്ചു നോക്കിയാൽ ശ്മശാനത്തെപ്പറ്റി എന്തെങ്കിലുമൊക്കെ കിട്ടാതിരിക്കില്ല. ബാക്കി വിവരങ്ങൾ ഗൂഗിളിലൊന്ന് തപ്പി നോക്കാം. എന്തായാലും പെട്ടെന്ന് റെഡിയാകൂ ജോൺ. ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 2 പേരും റെഡിയായി. ഒരു റിക്ഷ പിടിച്ചു. എതിർവശത്ത് ഒരു ഓഡി കാർ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഞങ്ങളുടെ വണ്ടിയിൽ യാത്ര തുടങ്ങി. ഇടയ്ക്ക് വെളിയിലേക്ക് നോക്കിയപ്പോൾ ആ കാർ ഞങ്ങളുടെ തൊട്ടു പിന്നാലെ ഉണ്ടെന്ന് മനസ്സിലാക്കി. ജോൺ, ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയാൽ നമ്മുടെ ജീവൻ അപകടത്തിൽ ചെന്ന് ചാടും. അതുകൊണ്ട് നമ്മൾ ഇവിടെ വെച്ച് രണ്ടായി പിരിയുന്നു. ജോൺ 3 ബസ്സിൽ മാറി മാറി കയറണം. ഒടുവിൽ കയറുന്ന ബസ്സിൽ തന്നെ ആരും പിന്തുടരുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം താങ്കൾക്ക് ലഞ്ച് കഴിക്കാം. അതിനുശേഷം താങ്കൾ പാർക്കിന് സമീപമുള്ള ആ ഇടിഞ്ഞുപൊളിഞ്ഞ കെട്ടിടത്തിൽ വരണം. എന്തൊക്കെയായാലും ശരി, കൃത്യം 2:30 ജോൺ ആ കെട്ടിടത്തിൽ എത്തിയിരിക്കണം. പറഞ്ഞു തീർന്ന ശേഷം അയാൾ ഡോർ തുറന്നിറങ്ങി. ഞാൻ അയാൾ പറഞ്ഞത് പ്രകാരം എല്ലാം ചെയ്തു. കൃത്യം 2:30 തന്നെ ആ കെട്ടിടത്തിൽ എത്തിച്ചേർന്നു. തലേദിവസം പെയ്ത മഴയിൽ റൂഫിൽ കെട്ടിനിന്ന വെള്ളം പലയിടത്തും തുള്ളി തുള്ളിയായി താഴേക്ക് വീഴുന്നുണ്ടായിരുന്നു. റൂമുകളെല്ലാം തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞു കിടന്നിരുന്നു. പെട്ടെന്ന് ഒരാൾ എനിക്ക് പുറകിൽ നിൽക്കുന്നത് പോലെ തോന്നി. ഞാൻ ഞെട്ടിത്തിരിഞ്ഞു. ഒരു പടുകിളവൻ. അയാൾക്ക് നിൽക്കാൻ പോലും ആവതില്ല. സ്ലാബിനു മുകളിൽ അയാളുടെ ഭാണ്ഡക്കെട്ട് വെച്ച് അതിനുള്ളിൽ നിന്നും എന്തോ എടുക്കാനുള്ള ശ്രമമാണ്. അയാളുടെ മുഖം മറയത്തക്ക വിധം താടി വളർന്നിട്ടുണ്ട്. ഞാൻ അയാളെ തന്നെ ശ്രദ്ധിച്ചു.
അയാൾ തിരിഞ്ഞ് എന്നെ നോക്കിയ ശേഷം അയാളുടെ കയ്യിൽ തടഞ്ഞ ബ്രെഡ് വേണോ എന്ന് ചോദിച്ചു. ഞാൻ വേണ്ട എന്ന് തലയാട്ടി. ഞാൻ അയാളെ സൂക്ഷിച്ചു നോക്കി. എവിടെയോ കണ്ട ഓർമ്മ പോലെ. അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സൂക്ഷിച്ചു നോക്കണ്ട മിസ്റ്റർ ജോൺ. ഇത് താങ്കളുടെ പ്രിയ സുഹൃത്ത് അലക്സി തന്നെയാണ്. അത്ഭുതം കൊണ്ട് എനിക്ക് വീർപ്പുമുട്ടൽ അനുഭവപ്പെട്ടു. അയാളെ തിരിച്ചറിയാൻ പോലും സാധിക്കാത്ത വിധം മുഖം മാറിയിരിക്കുന്നു. അയാൾ കയ്യിലിരുന്ന പൊതി എനിക്ക് നേരെ നീട്ടി. അതിൽ നിറയെ മേക്കപ്പ് സാധനങ്ങളായിരുന്നു. താടിയും മുടിയുമൊക്കെയായി കുറേ സാധനങ്ങൾ. കുറച്ചു സമയം കൊണ്ട് അയാൾ എന്റെ രൂപം അപ്പടി മാറ്റി. മിസ്റ്റർ ജോൺ, ഇപ്പോൾ താങ്കളെ സ്വന്തം മാതാപിതാക്കൾ പോലും തിരിച്ചറിയില്ല. ഞങ്ങൾ കാൽനടയായി പള്ളിയിലെത്തി. ഞാൻ ശ്മശാനത്തിലേക്കൊന്നു നോക്കി. അലക്സി നല്ല തയ്യാറെടുപ്പുകൾ ചെയ്തിരുന്നു. പള്ളി വികാരിയോട് രഹസ്യമായി അദ്ദേഹം എന്തൊക്കെയോ സംസാരിക്കുന്നത് കണ്ടു. അലക്സി എന്നെ അങ്ങോട്ട് വിളിച്ചു. ജോൺ, നമുക്ക് റാഫേൽ അച്ഛന്റെ റൂം പരിശോധിക്കണം. വികാരി അർദ്ധസമ്മതം മൂളിയിട്ടുണ്ട്. അയാൾ കൂടി നമ്മളോടൊപ്പം വരും. ഒന്നും നശിപ്പിക്കാൻ പാടില്ല, ഇതാണ് കണ്ടീഷൻ. എനിക്ക് സന്തോഷമായി. എന്തെങ്കിലും തുമ്പ് ഇവിടെ നിന്ന് കിട്ടാതിരിക്കില്ല. അലക്സി അച്ഛന്റെ പുസ്തകങ്ങൾ വെച്ചിരിക്കുന്ന ഷെൽഫ് പരിശോധിക്കുകയാണ്. പുസ്തകങ്ങളിൽ പലതും വാരിവലിച്ചിട്ടിരിക്കുകയാണ്. ബൈബിൾ തന്നെ നിരവധി എണ്ണമുണ്ടായിരുന്നു. അലക്സി പുസ്തകങ്ങൾക്കിടയിൽ മുഴുവൻ ആ കടലാസിനെ സംബന്ധിച്ച് എന്തെങ്കിലും കിട്ടുമോ എന്ന് അരിച്ചുപെറക്കി. ഒന്നും കിട്ടിയില്ല. അലക്സിയുടെ കണ്ണുകൾ അച്ഛന്റെ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിൽ പതിഞ്ഞു. കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യപ്പെട്ടു. ഭാഗ്യത്തിന് യൂസർ പാസ്വേഡ് സെറ്റ് ചെയ്തിരുന്നില്ല. അലക്സി ആദ്യം നോക്കിയത് റീസൈക്കിൾ ബിന്നിലാണ്. അതിനുള്ളിൽ നിന്ന് ഒന്നും കിട്ടിയില്ല. അടുത്തത് ബ്രൗസർ എടുത്തു. അതിന്റെ ഹിസ്റ്ററി ചെക്ക് ചെയ്തപ്പോൾ കൂടുതലും ബ്രിട്ടീഷ് കാലഘട്ടത്തെക്കുറിച്ചുള്ള ഗൂഗിൾ സെർച്ചുകൾ കാണാൻ സാധിച്ചു. ആ പേജുകൾ ഓരോന്നായി അലക്സി റെഫർ ചെയ്തു. ഒരു വെള്ളക്കടലാസിൽ എന്തൊക്കെയോ കുത്തിക്കുറിച്ച് വെക്കുകയും ചെയ്തു. വികാരിയച്ഛൻ ഞങ്ങളെ രണ്ടുപേരെയും മാറി മാറി നോക്കുകയാണ്. പിന്നെ ബ്രൗസർ ഹിസ്റ്ററി പരിശോധിച്ചപ്പോൾ അച്ഛന്റെ ജിമെയിൽ കൂടുതൽ ഉപയോഗിച്ചതായി കാണാൻ സാധിച്ചു. പക്ഷേ ജിമെയിൽ പാസ്വേഡ് ബ്രൗസറിൽ സേവ് ചെയ്തിരുന്നില്ല. അതിനാൽ അവയൊന്നും തന്നെ ഓപ്പൺ ചെയ്യാൻ സാധിച്ചില്ല. അലക്സി Ctrl+D ടൈപ്പ് ചെയ്തു. പെട്ടെന്ന് ഒരു ടാബ് ഓപ്പണായി. അയാൾ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, നമ്മുടെ ബ്രൗസറിൽ എന്തൊക്കെ ഡൗൺലോഡ് ചെയ്തോ അവയുടെ എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ നിന്ന് കിട്ടും. അയാൾ ഡൗൺലോഡ് ചെയ്തിരുന്ന ഓരോ ഫയലുകൾ ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചു. അവയിൽ പലതും സ്ഥിരമായി ഡിലീറ്റ് ചെയ്തിരുന്നത് കൊണ്ട് ഓപ്പണായില്ല. എന്നാൽ ആ പള്ളിയുടെ പണ്ടുകാലത്തെ ചിത്രങ്ങൾ പലതും ഓപ്പണായി. അവയൊക്കെ ഡിലീറ്റ് ചെയ്തതായിരുന്നില്ല. ആ ഫോട്ടോകൾ അലക്സി കുറേ നേരം സൂക്ഷിച്ചു നോക്കി. അയാൾ അവയുടെ ഭംഗി ആസ്വദിക്കുന്നത് പോലെ തോന്നി. ഒടുവിൽ അയാൾ അവസാനത്തെ ഡൗൺലോഡഡ് ഫയലിന്റെ പേര് ശ്രദ്ധിച്ചു. മിസ്റ്ററി ബ്രേക്സ്. അയാൾ അത് ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചു. അത് ഡിലീറ്റ് ആയ ഒരു ഫയലായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഓപ്പൺ ആയില്ല. അത് ഡി ഡ്രൈവിലായിരുന്നു ഡിലീറ്റ് ആകുന്നതിന് മുമ്പ് സേവ് ചെയ്തിരുന്നത്. അലക്സി എന്നെ നോക്കിയിട്ട് പറഞ്ഞു, മിസ്റ്റർ ജോൺ, ഈ ഫയൽ ഒരു ഫോട്ടോ ആണ്. ജെപെഗ് ഫോർമാറ്റ്. ഈ ഫോട്ടോ റിക്കവർ ചെയ്താൽ നമുക്ക് ഈ കേസിലെ നിഗൂഢത ബ്രേക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ചോദിച്ചു, പെർമനന്റായി ഡിലീറ്റ് ആയി പോയ ഒരു ഫയൽ നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കുമോ അലക്സി? നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ സാധിക്കും ജോൺ. അയാൾ ഒരു റിക്കവറി സോഫ്റ്റ്വെയർ നെറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തു. അതിനുശേഷം ഡി ഡ്രൈവിൽ ഡിലീറ്റായ എല്ലാ ജെപെഗ് ഫയലുകളും റിക്കവർ ചെയ്തു. അധികമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിൽ മിസ്റ്ററി ബ്രേക്സ് എന്ന ഫോട്ടോ ഉണ്ടായിരുന്നു. അയാൾ വിജയശ്രീ ലാളിതനായി എന്നെ നോക്കി ചിരിച്ചു. അയാളത് ഓപ്പൺ ചെയ്തു. ഒരു നിമിഷം ഞങ്ങൾ ടെൻഷനടിച്ചു. എന്റെ സർവ്വനാഡികളും വലിഞ്ഞു മുറുകി. ആ ഫയൽ ഓപ്പണായി. ഒരു വെള്ള പേപ്പർ സ്കാൻ ചെയ്ത ഫോട്ടോ ആയിരുന്നു അത്. അതിലെന്തൊക്കെയോ റോമൻ ലിപിയിൽ എഴുതിയിട്ടുണ്ട്. എന്നാൽ അതിന്റെ എല്ലാ അക്ഷരങ്ങളും റോമൻ ലിപി തന്നെയായിരുന്നു. ഞാൻ അലക്സിയെ നോക്കി. ഞാൻ കാണുമ്പോൾ അതിൽ അവസാനത്തെ വരിയിൽ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഉണ്ടായിരുന്നു എന്നുറപ്പാണ് അലക്സി. പക്ഷേ ഇതിലത് കാണുന്നില്ല. അലക്സി ചിരിച്ചു. മിസ്റ്റർ ജോൺ, താങ്കൾ കരുതുന്നത് പോലെ ആ ലെറ്റർ കടലാസ് അല്ല ഇത്. ഈ കടലാസ് അല്ല അത്. രണ്ടും രണ്ടാണ്. റോമൻ ലിപി ആയതുകൊണ്ടാണ് താങ്കൾക്ക് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാതെ പോയത്. ഞാൻ അതിലേക്ക് സൂക്ഷിച്ചു നോക്കി. അതെ, അയാൾ പറഞ്ഞത് ശരിയാണ്. എനിക്ക് സ്വയം പുച്ഛം തോന്നിപ്പോയി. പിന്നെ അയാൾ വേറെ കുറെ ഫയലുകൾ കൂടി ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇറങ്ങാൻ തിരക്കുകൂട്ടി.
വികാരിയോട് നന്ദി പറഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് നടന്നു. പെട്ടെന്ന് അലക്സി ഒന്ന് നിന്നു. അയാൾ പുറകിലേക്ക് തിരിഞ്ഞ് സസൂക്ഷ്മം നോക്കി. ഞാൻ അയാളോട് രഹസ്യമായി എന്താണെന്ന് ചോദിച്ചു. അയാൾ ഒന്നും മിണ്ടാതെ അല്പം പുറകിലോട്ട് ഓടി നോക്കി. എന്നിട്ട് തിരിച്ചു വന്നു. മിസ്റ്റർ ജോൺ, ആരോ നമ്മുടെ പുറകെ തന്നെയുണ്ട്. ഒരുപക്ഷേ അയാൾ നമ്മളെ തിരിച്ചറിഞ്ഞിരിക്കാം. എത്രയും പെട്ടെന്ന് നമുക്കിവിടം വിടണം. അയാൾ എന്റെ കൈ പിടിച്ചുകൊണ്ട് ഓടി. ഞങ്ങൾ കുറേ ദൂരം ഇടവഴിയിലൂടെ ഓടി. രണ്ടുപേരും താടിയും മുടിയും എല്ലാം വലിച്ചെറിഞ്ഞു. വേറാരും പുറകിലില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഞങ്ങൾ ഒരു റിക്ഷയിൽ കയറി തൊട്ടടുത്ത ലോഡ്ജിലേക്ക് വെച്ചുപിടിച്ചു. അവിടെ എത്തി റൂമിലേക്ക് നടന്നപ്പോൾ ഞാൻ അലക്സിയോട് റൂം എടുക്കണ്ടേ എന്ന് ചോദിച്ചു. ജോൺ, റൂം ഇന്ന് രാവിലെ തന്നെ ഞാൻ ബുക്ക് ചെയ്തിരുന്നു. മാത്രമല്ല നമ്മുടെ കുറച്ച് വസ്ത്രങ്ങൾ, ആവശ്യ സാധനങ്ങൾ എന്നിവ ഇവിടെ എത്തിച്ചിട്ടുമുണ്ട്. ഇന്ന് വൈകിട്ട് വരെ നമ്മൾ ഇവിടെയാണ് തങ്ങുക. അതിനുശേഷം രാത്രി നമ്മൾ താങ്കളുടെ വീട്ടിലേക്ക് മടങ്ങും. ഞാൻ ഞെട്ടി. എന്റെ വീട്ടിലേക്കോ? അപ്പോൾ അവർ നമ്മളെ ഉപദ്രവിച്ചാൽ? ഞാനല്ലേ ജോൺ കൂടെയുള്ളത്. നമുക്ക് പരമാവധി ചെറുക്കാം. എനിക്ക് ശരിക്കും ഭയമുണ്ടായിരുന്നു. ഞാനാകെ ടെൻഷനിലായി. അലക്സി അയാളുടെ ഭാണ്ഡക്കെട്ടിൽ നിന്നും ഒരു ചെറിയ ബ്രാൻഡ് കുപ്പിയെടുത്ത് 2 പെഗ്ഗൊഴിച്ചു. ഒന്നെടുത്ത് എനിക്ക് നേരെ നീട്ടി. ജോൺ, ഇന്നത്തെ ദിവസം നമ്മളൊരു സാഹസത്തിന് ഒരുങ്ങുകയാണ്. ഞാൻ അല്പം കാര്യങ്ങൾ പ്ലാൻ ചെയ്യട്ടെ. എന്നിട്ട് താങ്കളോട് പറയാം. ഞാൻ പുറത്തേക്ക് പോയി ആഹാരം വാങ്ങിക്കൊണ്ട് വന്നു. അലക്സി അപ്പോഴും ഒരു പേപ്പറിൽ എന്തൊക്കെയോ എഴുതുകയും വെട്ടുകയും തിരുത്തുകയുമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ച ശേഷം വൈകുന്നേരമായപ്പോഴേക്കും ഞാനൊന്ന് മയങ്ങി. ഉണർന്നെണീറ്റപ്പോൾ കണ്ടത് എന്നെ തുറിച്ചു നോക്കിയിരിക്കുന്ന അലക്സിയെയാണ്. ഞാൻ അന്തം വിട്ടു. ഇയാളിങ്ങനെ എന്നെ നോക്കുന്നതെന്തിനാണ്? നോട്ടം അല്പം പോലും മാറ്റാതെ അയാൾ പറഞ്ഞു. ഗുഡ് ഈവനിങ് മിസ്റ്റർ ജോൺ. ഞാനും ഒന്ന് മയങ്ങുകയായിരുന്നു. ഇപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടി. കണ്ണു തുറന്നു വെച്ച് മയങ്ങുന്ന ഒരാളെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. മിസ്റ്റർ ജോൺ, ഇപ്പോൾ താങ്കൾ ഒരുപക്ഷേ എന്റെ ഉറക്കത്തെക്കുറിച്ചായിരിക്കും ചിന്തിക്കുക. ഉറക്കം 2 വിധമുണ്ട്. ഒന്ന് താങ്കൾ ഉറങ്ങിയ പോലെ, 2 ഞാൻ ഉറങ്ങിയ പോലെ. പക്ഷേ ഈ ഉറക്കം ശീലിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. കണ്ണു തുറന്നു വെച്ച് ഉറങ്ങുന്ന അവസ്ഥയിൽ നമുക്ക് ചുറ്റുപാടുകൾ നമുക്ക് ഉപബോധ മനസ്സിൽ കാണാൻ സാധിക്കും. ഒരു അനക്കം സംഭവിച്ചാൽ കൂടി നമ്മുടെ മനസ്സ് നമ്മളെ വിളിച്ചുണർത്തും. യോഗ കൂടി പ്രാക്ടീസ് ചെയ്താൽ ഇത് ശീലിക്കാൻ വളരെ എളുപ്പമാണ്. അതൊക്കെ പോട്ടെ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. റാഫേൽ അച്ഛൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തിരിക്കുന്ന എല്ലാ പേജുകളിലെയും കണ്ടന്റ് ഒന്ന് തന്നെയാണ്. സെന്റ് തോമസ് പള്ളിയുടെ പാസ്റ്റ്. ഏതൊക്കെ അച്ഛന്മാർ ഇവിടെ ഉണ്ടായിരുന്നു? ആരൊക്കെയാണ് അവരിൽ ജീവനോടെയുള്ളവർ? അങ്ങനെ നിരവധി അന്വേഷണങ്ങൾ. അയാൾക്ക് മനസ്സിലായ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടത് ഞാൻ താങ്കളോട് പറയാം. ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിച്ച ഈ പള്ളിയുടെ ചാർജ് അന്നത്തെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്ന ഒരു റിച്ചാർഡ്സൺ ആയിരുന്നു. അയാൾക്ക് മറ്റൊരു ചാർജ് കൂടി ബ്രിട്ടീഷ് ഗവൺമെന്റ് നൽകിയിരുന്നു. അത് ഇന്ത്യയിൽ നിന്നും അവർക്ക് ലഭിച്ച പുരാവസ്തുക്കളുടെ കൂട്ടത്തിൽ വിലപിടിച്ച സാധനങ്ങൾ തിരിച്ച് ബ്രിട്ടനിൽ എത്തിക്കുക എന്നതായിരുന്നു. 1942 ഒക്ടോബർ 24 തീയതി അയാളുടെ ഉത്തരവാദിത്തത്തിൽ കൊച്ചിയിൽ നിന്നും കൊണ്ടുപോകേണ്ടിയിരുന്ന ചരക്കുകളുടെ കൂട്ടത്തിൽ ഒരു ശവപ്പെട്ടിയും ഉണ്ടായിരുന്നു. ഇവിടെ നിന്നും കൊച്ചിയിലേക്ക് പുറപ്പെട്ട ഒരു ബസ്സിലാണ് ഈ ശവപ്പെട്ടി ഉണ്ടായിരുന്നത്. എല്ലാ സാധനങ്ങളും പരിശോധിച്ച് എന്താണെന്ന് ഉറപ്പുവരുത്തുക റിച്ചാർഡ്സന്റെ പതിവാണ്. അയാൾ കൂടെ ആരുമില്ലാത്ത സാഹചര്യത്തിൽ ഒരുപക്ഷെ ആ പെട്ടി പരിശോധിച്ചു കാണണം. ആ വണ്ടിയിലുണ്ടായിരുന്ന ഡ്രൈവറെ കബളിപ്പിച്ച് അയാൾ ആ പെട്ടിയുമായി കടന്നുകളഞ്ഞു. ബ്രിട്ടീഷ് ഗവൺമെന്റിനെ വഞ്ചിച്ച കുറ്റത്തിന് അയാളെ അന്ന് വധശിക്ഷയ്ക്ക് വിധിക്കുകയും നവംബർ 20-ന് അയാളെ തൂക്കിക്കൊല്ലുകയും ചെയ്തു. വിധി നടപ്പാക്കുന്നതിനു മുമ്പ് അയാൾ തന്റെ മക്കളെ കാണാൻ അനുമതി ചോദിച്ചിരുന്നു. അവർ ഇംഗ്ലണ്ടിൽ നിന്നും ഇവിടെയെത്തി ജയിലിൽ വെച്ച് അയാളെ കണ്ടു. ബ്രിട്ടീഷ് പോലീസ് നിയോഗിച്ച ചാരൻ അവരെ സസൂക്ഷ്മം നിരീക്ഷിച്ചു. അയാൾ അവരോട് റോമൻ ഭാഷയിൽ എന്തോ മന്ത്രിച്ചു. അതെന്താണെന്ന് മറ്റാർക്കും കേൾക്കാൻ സാധിച്ചില്ല. അയാളുടെ മരണം വരെ അവർ ബ്രിട്ടീഷ് ഗസ്റ്റ് ഹൗസിൽ താമസിച്ചു. അതിനുശേഷം അവർ തിരിച്ച് ഇംഗ്ലണ്ടിലേക്ക് മടങ്ങി. കൃത്യം 2 ആഴ്ച തികയുന്ന ദിവസം ഹെഡിംഗ്ലിക്ക് സമീപമുള്ള ഒരു ഹോട്ടലിൽ വെച്ച് അവർ രണ്ടുപേരും വെടിയേറ്റ് മരിച്ചു. വിവാഹം കഴിഞ്ഞിട്ടില്ലാത്തതിനാൽ അവരുടെ അനന്തരാവകാശികൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. മറ്റാർക്കും ആ ശവപ്പെട്ടിയെ സംബന്ധിച്ച് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല താനും. ഇത്രയും വിവരങ്ങളാണ് റാഫേൽ അച്ഛൻ ഇന്റർനെറ്റ് ഉപയോഗിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്.
അയാൾ ബ്രൗസ് ചെയ്ത് റിച്ചാർഡ്സനെക്കുറിച്ച് അന്വേഷണങ്ങൾ നടത്തിയ തീയതി കഴിഞ്ഞ മാസം 12 ആണ്. അതിനുശേഷം റാഫേൽ അച്ഛൻ റിച്ചാർഡ്സന്റെ സഹോദരി പുത്രനായ ക്ലിന്റനെ കോണ്ടാക്ട് ചെയ്തു. അയാൾ റോമിലെ ഒരു പള്ളിയിൽ പ്രീസ്റ്റാണ്. അയാളുടെ കുടുംബവും റോമിൽ തന്നെയാണ് താമസം. അച്ഛന് റോമൻ ഭാഷ എഴുതാനും വായിക്കാനും വ്യക്തമായി അറിയാവുന്നതിനാൽ അവർ തമ്മിൽ ആശയവിനിമയം നടന്നിട്ടുണ്ടാകണം. അയാളുടെ സഹായത്തോടെ ഒരുപക്ഷെ അച്ഛൻ മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്താണ് ആ ശവപ്പെട്ടിയിലുള്ളതെന്ന്. അതിനുശേഷം അച്ഛനെ ആക്രമിച്ച് തട്ടിക്കൊണ്ടുപോയവർ ആരാണെന്ന് കൂടി മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കിനി മുന്നോട്ടു പോകാൻ സാധിക്കൂ. ഞാൻ അത്ഭുതത്തോടെ അലക്സിയുടെ വാക്കുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. മിസ്റ്റർ ജോൺ, ഇതൊരു വലിയ കളിയാണ്. ശത്രുക്കളെക്കുറിച്ച് ഇനിയും വ്യക്തമായ രൂപം നമുക്ക് ലഭിക്കാത്ത സാഹചര്യമായതിനാൽ താങ്കൾക്ക് അപകടം വരാതെ ശ്രദ്ധിക്കുക എന്നതും അച്ഛനെ അവരുടെ കയ്യിൽ നിന്നും മോചിപ്പിക്കുക എന്നതും ഈ ഗെയിമിൽ നമ്മുടെ ജയത്തെ സാധൂകരിക്കുന്ന ഘടകങ്ങളാവേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ വിവരങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പള്ളിയിൽ വന്ന് അച്ഛനെ തട്ടിക്കൊണ്ടുപോകാൻ അവർ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം. മോഷണം നടന്ന സമയം താങ്കൾക്കറിയാമോ? രാത്രി 2 മണിയോടെയാണെന്നാണ് പോലീസ് കണ്ടെത്തിയ വിവരം. ജോൺ, ഏറ്റവും കൂടുതൽ മോഷണം ലോകത്ത് നടക്കുന്നത് 2 മണി മുതൽ 3 മണി വരെയുള്ള സമയത്താണ്. അങ്ങനെ തന്നെയായിരിക്കും ഈ കേസിലുമെന്ന് നമുക്ക് ഊഹിക്കാം. അച്ഛൻ സ്ഥിരമായി കിടന്നുറങ്ങുന്നത് പള്ളിയോട് ചേർന്നുള്ള ആ ചാപ്പലിലാണെന്ന് ഞാൻ കരുതുന്നു. അതെ അലക്സി, ആ ചാപ്പലിൽ തന്നെ. പക്ഷേ താങ്കൾക്കെങ്ങനെ മനസ്സിലായി? ജോൺ, നേരത്തെ പള്ളിയിൽ പോയപ്പോൾ ചാപ്പലിൽ ഒരു മുറി കൂടി ഉണ്ടെന്ന് തോന്നി. ഞാൻ അങ്ങോട്ടൊന്ന് എത്തി നോക്കിയപ്പോൾ അതിനകത്തെ കട്ടിലിൽ തലയിണയുടെ ഒരു വശത്തായി ഒരു കൊന്തയും ഒരു ഇൻഹേലറും കണ്ടു. പിന്നെ ആ റൂമിന് വെളിയിൽ അച്ഛൻ്റെ ലോഹം ഉണങ്ങാനിട്ടിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അന്ന് രാത്രിയിൽ ചാപ്പലിൽ അതിക്രമിച്ചു കടന്നവർ വാതിൽ തള്ളിയപ്പോൾ അകത്തുള്ള കുറ്റി പൊളിയുകയും കിടന്നുറങ്ങിയായിരുന്ന അച്ഛനെ കീഴ്പ്പെടുത്തി വായിൽ തുണി തിരുകി വെക്കുകയും ചെയ്തിട്ടുണ്ടാകണം. അതുകൊണ്ടാണ് അച്ഛൻ്റെ നിലവിളി പോലും പള്ളിയിലെ ബാക്കിയുള്ള അന്തേവാസികളോ തൊട്ടുമുകളിൽ താമസിക്കുന്ന കപ്പ്യാരോ കേൾക്കാതിരുന്നത്. ഞാൻ ഇടയ്ക്കു കയറി. അച്ഛനെ ബോധം കെടുത്തിയതും ആകാമല്ലോ. ജോൺ, അത്രയും നേരം ഉറങ്ങിക്കിടന്ന അച്ഛനെ അവർ ബന്ദിയാക്കി വെച്ചത് വീണ്ടും ഉറക്കാനല്ല. അവർക്ക് അച്ഛൻ്റെ കയ്യിൽ നിന്നും ഒരു കടലാസ് കിട്ടേണ്ടതുണ്ട്. അത് അപ്പോൾ തന്നെ കിട്ടുകയും വേണം താനും. അവർക്കത് കിട്ടാത്തിടത്തോളം അച്ഛൻ ഉണർന്നിരിക്കുക എന്നത് നിർബന്ധമുള്ള കാര്യം തന്നെയാണ്. അച്ഛൻ പ്രലോഭനങ്ങൾക്കും ഭീഷണികൾക്കും വഴങ്ങാത്ത ഒരവസ്ഥ വന്നു എങ്കിൽ അവർ സ്വയം സമ്മർദ്ദത്തിലാകുകയും ചെയ്തിരിക്കും. പിന്നെ അവർക്ക് മുന്നിലുള്ള ഒരേ ഒരു വഴി അവിടമാകെ പരിശോധിക്കുക എന്നതാണ്. അച്ഛനെ ചാപ്പലിൽ ബന്ധിച്ചിരുത്തിയ ശേഷം അവർ പള്ളിയിൽ പരിശോധന നടത്തി. അച്ഛൻ ആ കടലാസ് ഒളിച്ചു വെക്കാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളും അവർ അന്ന് പരിശോധിച്ചു നോക്കി. അവർക്ക് ആ കടലാസ് മാത്രം ലഭിച്ചില്ല. ലഭിച്ചിരുന്നുവെങ്കിൽ അവർ താങ്കളുടെ പിന്നാലെ വരേണ്ട കാര്യമില്ല. ഒടുവിൽ അവർ അച്ഛനെ കൊണ്ടുപോകാൻ തീരുമാനമെടുത്തു. മോഷണമാണ് അവരുടെ ഉദ്ദേശമെന്ന് പോലീസിനെ ധരിപ്പിക്കാൻ വേണ്ടി സ്വർണ്ണക്കുരിശും മറ്റു ചില വിലപിടിപ്പുള്ള സ്വർണങ്ങളും അവർ കൊണ്ടുപോയി. ഇത്രയും കാര്യങ്ങളാണ് അന്ന് രാത്രി സംഭവിച്ചത് എന്നാണ് എൻ്റെ ഊഹം. ഈ സമീപ പ്രദേശങ്ങളിൽ എവിടെയോ അവർ അച്ഛനെ തടവിൽ സൂക്ഷിക്കുന്നുണ്ട്. അവരുടെ ചോദ്യം ചെയ്യലിൽ എപ്പോഴോ അച്ഛന് താങ്കളുടെ പേര് പറയേണ്ടി വന്നു. പക്ഷേ ഒരു കാര്യം ഉറപ്പ്, ആ കടലാസ് താങ്കളുടെ കയ്യിലുണ്ടെന്ന് മാത്രമേ അച്ഛൻ പറഞ്ഞിട്ടുള്ളൂ. അതിലെ ഉള്ളടക്കം എന്താണെന്ന് അച്ഛൻ അവർക്ക് ഒരു സൂചനയും നൽകിയിട്ടില്ല എന്ന് മാത്രമല്ല, താങ്കൾ ആ കടലാസ് റോമിലെ തിരുസഭയിൽ എത്തിച്ചു കാണുമെന്ന് സ്വയം ആശ്വസിക്കുകയും ചെയ്യുന്നു. എൻ്റെ മുഖം കുനിഞ്ഞുപോയി. സാരമില്ല ജോൺ, നമ്മുടെ തെറ്റുകൊണ്ടല്ലല്ലോ അത് നഷ്ടപ്പെട്ടത്. പക്ഷേ താങ്കളുടെ കയ്യിലെ ആ കടലാസ് അവർ കൊണ്ടുപോയിട്ടും എന്തുകൊണ്ടായിരിക്കും വീണ്ടും അവർ നമ്മുടെ പിറകെ വരുന്നത് എന്ന് മനസ്സിലായോ താങ്കൾക്ക്? ഞാൻ ഇല്ലെന്ന് തലയാട്ടി. ജോൺ, ഒന്നുകിൽ അവർക്ക് അതിലെ സന്ദേശം ഡീകോഡ് ചെയ്യാൻ സാധിച്ചില്ല. അല്ലെങ്കിൽ ആ കടലാസിൽ അവർക്ക് വേണ്ട എന്തോ ഒരു രഹസ്യം കിട്ടിയിട്ടില്ല. അതൊരു പക്ഷേ നമ്മളിന്ന് അച്ഛൻ്റെ കമ്പ്യൂട്ടറിൽ നിന്നും കണ്ടെത്തിയ റോമൻ ഭാഷയിലുള്ള ആ ഫോട്ടോയിലായിരിക്കാം ഉള്ളത്. ഞാൻ ചോദിച്ചു. അപ്പോൾ ആ ഫോട്ടോയും എൻ്റെ കയ്യിൽ അച്ഛനേൽപ്പിച്ച ആ കടലാസും നോക്കിയാൽ ഒന്ന് മറ്റേതിൻ്റെ മറുപടിയാണെങ്കിലോ? അലക്സി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. താങ്കൾ പറഞ്ഞത് 100% സത്യമാണ്. താങ്കളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട ഫോട്ടോസ്റ്റാറ്റ് കോപ്പി നമ്മളിന്ന് അച്ഛൻ്റെ കമ്പ്യൂട്ടറിൽ നിന്നും എടുത്ത ഫോട്ടോയിൽ കാണുന്ന കത്തിൻ്റെ മറുപടിയാണ്. ഒരുപക്ഷേ ക്ലിൻ്റൺ അച്ഛന് അയച്ചു കൊടുത്തതാകാം.
നമുക്ക് ഇന്ന് കിട്ടിയ കത്തിന്റെ ഫോട്ടോ ഇമേജ്. അതായത് അച്ഛൻ താങ്കളുടെ കയ്യിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച കോപ്പി റോമിലെ ക്ലിന്റൺ അച്ഛൻ അയക്കേണ്ടിയിരുന്ന മറുപടിയാണ്. പക്ഷേ അച്ഛനത് അയാൾക്ക് അയക്കാതെ ഇത്രയും നാൾ കയ്യിൽ സൂക്ഷിച്ചു എങ്കിൽ അതിനർത്ഥം ക്ലിന്റൺ അവരുടെ കസ്റ്റഡിയിലാവുകയോ മറ്റോ ചെയ്തോ എന്ന അച്ഛന്റെ ഭയമാണ്. താങ്കളുടെ കയ്യിൽ ഏൽപ്പിച്ചത് തന്നെ ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയല്ലേ? അതിനർത്ഥം അച്ഛനതിന്റെ ഒറിജിനൽ ആ പള്ളിയിൽ ആരും ശ്രദ്ധിക്കാത്ത ഒരു സ്ഥലത്ത് പരമരഹസ്യമായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നല്ലേ? അവർ അന്ന് രാത്രി കിണഞ്ഞു പരിശ്രമിച്ചു നോക്കിയിട്ടും അത് അവരുടെ കയ്യിൽ പെട്ടിട്ടില്ല. ഇനി ഒരു കാര്യം കൂടി പറയാം. പണ്ടത്തെ ആ ശവപ്പെട്ടി തന്നെയാകണം അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് അച്ഛൻ ക്ലിന്റന് അയക്കാൻ വേണ്ടി എഴുതിയ കത്തിൽ അവസാന വരിയിലായി ഒരു രഹസ്യ കോഡായി ശ്മശാനത്തിന്റെ പൊസിഷൻ കൂടി കൊടുത്തിരുന്നത്. അതായത് ആ ശവപ്പെട്ടി മറ്റെങ്ങും പോയിട്ടില്ല എന്നാണ് ഞാൻ അനുമാനിക്കുന്നു. അത് നമ്മുടെ പള്ളിയിലെ ഏതോ ഒരു കല്ലറയിലുണ്ട്. ഒരുപക്ഷേ റിച്ചാർഡ്സനെ അന്നടക്കിയ കല്ലറയിലാകാനും മതി. ഞാനൊന്ന് ഞെട്ടി. താങ്കളുടെ കണ്ടുപിടുത്തങ്ങൾ എല്ലാം പരസ്പരം യോജിക്കുന്നു എന്നത് വളരെ രസകരമായ കാര്യം തന്നെ. പക്ഷേ ഇവയ്ക്ക് വേണ്ടത്ര തെളിവുകൾ നമുക്ക് ലഭിച്ചില്ലല്ലോ. പിന്നെങ്ങനെ താങ്കൾക്കിത്ര ആധികാരികമായി ഇത്രയും കാര്യങ്ങൾ പറയാൻ സാധിക്കും? അലക്സി ചിരിച്ചു. മിസ്റ്റർ ജോൺ, നമുക്ക് ആധികാരികമായി തെളിവുകൾ കളക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ സാഹചര്യ തെളിവുകൾ, ഊഹങ്ങൾ ഇവയൊക്കെയാണ് സഹായകം. ഇപ്പോൾ തന്നെ ശവപ്പെട്ടി എന്ന വാക്ക് ശ്മശാനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ശ്മശാനത്തിന്റെ പൊസിഷൻ അച്ഛൻ റോമിലേക്ക് റോമൻ ഭാഷയിൽ കത്തെഴുതുന്നുവെങ്കിൽ നമുക്ക് കാര്യങ്ങൾ ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോ ശവപ്പെട്ടിയിൽ എന്തായിരിക്കുമെന്ന് താങ്കൾക്ക് എന്തെങ്കിലും ഊഹമുണ്ടോ? നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ച് ഒരു കാര്യം പറയാൻ ജോൺ. 3 പേരാണ് ഈ ഒരു ശവപ്പെട്ടിയുടെ പേരിൽ കൊല്ലപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അതിൽ വിലപിടിപ്പുള്ള എന്തോ ഉണ്ടെന്ന് തന്നെ പറയാം. നമുക്കത് കണ്ടെത്തിയേ പറ്റൂ. പറ്റുമെങ്കിൽ ഇന്ന് രാത്രി തന്നെ. രാത്രിയിലോ? എന്റെ കണ്ണുകളിൽ ഭയത്തിന്റെ ലാഞ്ചന മിന്നിമറഞ്ഞു. താങ്കൾ എന്താണീ പറയുന്നത്? കല്ലറ പൊളിക്കാനാണോ ഉദ്ദേശിക്കുന്നത്? ഒരിക്കലും നടക്കാത്ത കാര്യം. പള്ളിയെ അറിയിക്കാതെ നമുക്കൊന്നും തന്നെ ചെയ്യാൻ സാധ്യമല്ല. മിസ്റ്റർ ജോൺ, നമുക്ക് ഈ കേസ് തെളിയിക്കണം. എങ്കിൽ കല്ലറ പൊളിച്ചേ പറ്റൂ. പക്ഷേ നമ്മളൊന്ന് ഹോംവർക്ക് ചെയ്യുന്നത് നല്ലായിരിക്കും. താങ്കൾ ധൈര്യമായിരിക്കൂ. ഒരു കുഞ്ഞുപോലും അറിയാതെ നമ്മളിന്ന് രാത്രിയിൽ കല്ലറ പൊളിക്കുന്നു. ഓക്കേ? ഞാൻ മനസ്സില്ലാ മനസ്സോടെ സമ്മതിച്ചുപോയി. പെട്ടെന്ന് അലക്സിയുടെ മൊബൈലിൽ ഒരു വാട്സപ്പ് മെസ്സേജ് വന്നു. അലക്സി മൊബൈൽ എടുത്തു നോക്കി. അയാളാകെ ഹാപ്പിയായി. മിസ്റ്റർ ജോൺ, നമുക്ക് ഇന്ന് കിട്ടിയ റോമൻ ഭാഷയിലെ കത്ത് ഞാൻ ഫോട്ടോ എടുത്ത് അയച്ചതിൽ പ്രകാരം എന്റെ പ്രിയ സുഹൃത്തും പ്രൊഫസറുമായ റിക്സൺ എനിക്ക് തർജ്ജിമ ചെയ്ത് മറുപടി അയച്ചിരിക്കുന്നു. ഞാൻ ചാടി എഴുന്നേറ്റു. ഞങ്ങൾ രണ്ടുപേരും ആ തർജ്ജിമ കണ്ട് പരസ്പരം നോക്കി. അതിൽ പരസ്പര ബന്ധം തോന്നാത്ത ചില ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഉണ്ടായിരുന്നത്. 1. യൂദാസ് മരിക്കാത്തതിന് കാരണം എന്താണെന്ന് പറയുക. 2. തിരുശേഷിപ്പ് ഇപ്പോഴും എവിടെയാണെന്നറിയാത്ത ശിഷ്യന്മാർ അലഞ്ഞു തിരിയുകയാണ്. 3. അത്താഴത്തിൽ കിട്ടിയ അപ്പക്കഷ്ണം തീരെ ചെറുതായി പോയത്രേ. 4. തിരുശേഷിപ്പിനെ പറ്റി കണ്ടെത്തുക. ജീസസിന്റെ പാദങ്ങളിൽ അർപ്പിക്കുക. 5. യൂദാസിന് ശിക്ഷ നൽകേണ്ടത് ആരുടെ ധർമ്മമാണ്? അലക്സി എന്നെ നോക്കി. മിസ്റ്റർ ജോൺ, താങ്കൾ പറഞ്ഞത് 100% സത്യമാണ്. റാഫേലച്ചൻ ആഴത്തിൽ അറിവുള്ള ആളും എന്നാൽ തികഞ്ഞ ബുദ്ധിശാലിയും കൂടിയാണ്. അയാൾ മാത്രമല്ല ഈ സന്ദേശം അയച്ച ക്ലിന്റനും. രണ്ടുപേരും പരസ്പരം ഉപയോഗിച്ചിരിക്കുന്നത് ബൈബിളിലെ അവസ്ഥാന്തരങ്ങൾ ആയതിനാലും റോമൻ ഭാഷയിലായതിനാലും വിവരങ്ങൾ മറ്റൊരാൾക്ക് മനസ്സിലാകാൻ തീരെ ബുദ്ധിമുട്ടാണ്. ഇങ്ങനൊരു കത്ത് കയ്യിൽ കിട്ടിയിട്ട് പോലും അവർ താങ്കളുടെ പുറകെ വരുന്നത് അവർക്കിതിൽ നിന്നും ഒന്നും മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ്. ഞാൻ ആകാംക്ഷ അടക്കാൻ പറ്റാതെ ചോദിച്ചു. അലക്സി, താങ്കൾക്കിതിൽ നിന്നും എന്തൊക്കെ മനസ്സിലായി എന്ന് വ്യക്തമാക്കാമോ? ജോൺ, യൂദാസ് യേശുവിനെ ഒറ്റിയ ആളാണല്ലോ. ഇവിടെ റിച്ചാർഡ്സൺ എന്ന ഓഫീസർ ശവപ്പെട്ടിയുമായി കടന്നുകളഞ്ഞു എന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റിനെ അറിയിച്ച ഒരാളുണ്ടാകാൻ സാധ്യതയുണ്ട്. അയാളെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അയാൾ റിച്ചാർഡ്സന്റെ അടുത്ത സുഹൃത്തു കൂടിയായിരിക്കണം. അതുകൊണ്ടാണ് ഒറ്റുകാരൻ എന്ന രീതിയിൽ സംബോധന ചെയ്തിരിക്കുന്നത്. മാത്രമല്ല അയാൾക്ക് 100 വയസ്സിന് മുകളിൽ പ്രായമുണ്ട് താനും. അത് താങ്കൾക്കെങ്ങനെയാണ് മനസ്സിലായത്? ഞാൻ ഇടയ്ക്ക് കയറി. ജോൺ, യൂദാസ് മരിക്കാത്തതിന് കാരണം ചോദിച്ചിരിക്കുന്നത് താങ്കൾ ശ്രദ്ധിക്കൂ. അയാൾ മരിച്ചിട്ടില്ല എങ്കിൽ
1942 ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്ന അയാൾക്ക് ഇപ്പോൾ എന്ത് പ്രായമുണ്ടാകും എന്ന് കണക്കുകൂട്ടി നോക്കൂ. ശരിയാണ്, അലക്സി തുടർന്നു. തിരുശേഷിപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ആ ശവപ്പെട്ടിയിൽ നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന വിലപിടിപ്പുള്ള ആ രഹസ്യമാണ്. ശിഷ്യന്മാർ, അയാളുടെ അനുയായികളും. അവർക്കത് എവിടെയാണെന്നതിനെപ്പറ്റി ഒരു സൂചന പോലും ലഭിച്ചിട്ടില്ല എന്നാണ് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അത്താഴത്തിന് കിട്ടിയ കഷ്ണം ചെറുതായി പോയി എന്നതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അയാൾക്ക് റിച്ചാർഡ്സൺ ശവപ്പെട്ടി സ്വന്തമാക്കാൻ വേണ്ടി ഓഫർ ചെയ്ത ഷെയർ ആകാം. അത് തീരെ കുറവായതുകൊണ്ടാകാം ഒരുപക്ഷേ അയാൾ റിച്ചാർഡ്സനെ ഗവൺമെന്റിന് ഒറ്റുകൊടുത്തതും അയാൾ പിടിയിലായതും ശിക്ഷിക്കപ്പെട്ടതും. ഇനി അടുത്തത് ആ ശവപ്പെട്ടി കണ്ടെത്തുക എന്നും റോമിലെ തിരുസഭയെ ഏൽപ്പിക്കുക എന്നുമാണ് സൂചിപ്പിക്കുന്നത്. അവസാനത്തേത് അയാൾക്ക് ശിക്ഷ നൽകേണ്ടത് ആരുടെ ധർമ്മമാണ് എന്ന ചോദ്യമാണ്. അതിനുത്തരം ആർക്കും പറയാൻ സാധിക്കില്ല മിസ്റ്റർ ജോൺ. ഞാൻ അയാളെ അത്ഭുതത്തോടെ നോക്കി. അലക്സി, താങ്കൾ ചിന്തിക്കുന്ന രീതി വളരെ വ്യത്യസ്തമാണ്. ഈ കഴിവ് തീർച്ചയായും അഭിനന്ദനമർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. ചെറിയ കാര്യങ്ങളിൽ നിന്നും താങ്കൾ എന്തെല്ലാം മനസ്സിലാക്കുന്നു. ലോകത്തിലെ ഏറ്റവും മികച്ച കുറ്റാന്വേഷകനായ ഷെർലക് ഹോംസിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അത് വെറുമൊരു സാങ്കല്പിക കഥാപാത്രം മാത്രമാണ്. എന്നാൽ താങ്കൾ ശരിക്കുമുള്ള ഹോംസ് ആണെന്ന് തോന്നിപ്പോകുന്നു. അലക്സി ഏറുകണ്ണിട്ട് എന്നെ നോക്കി. മിസ്റ്റർ ജോൺ, നിങ്ങൾക്ക് മറ്റുള്ളവരെ സുഖിപ്പിക്കാൻ നന്നായി അറിയാലോ. മണ്ടത്തരങ്ങൾ പറഞ്ഞു നിൽക്കാൻ നമുക്ക് സമയമില്ല ജോൺ. നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. നമുക്കിന്ന് രാത്രി റിച്ചാർഡ്സന്റെ ശവക്കല്ലറ പൊളിച്ചു നോക്കേണ്ടതുണ്ട്. താങ്കൾ എത്രയും പെട്ടെന്ന് റെഡിയാവുക. അയാൾ അതും പറഞ്ഞ് പുറത്തേക്ക് പോയി. 2 മണിക്കൂർ കഴിഞ്ഞാണ് മടങ്ങി വന്നത്. മിസ്റ്റർ ജോൺ, താങ്കൾ ഇതുവരെ ചിന്തിക്കാത്ത ഒരു കാര്യമുണ്ട്. അവർ ആ കടലാസ് കിട്ടാൻ വേണ്ടി അച്ഛനെ തട്ടിക്കൊണ്ടുപോയി. പക്ഷേ അത് താങ്കളുടെ കയ്യിൽ കിട്ടി എന്നറിഞ്ഞ ശേഷം താങ്കളെ അവർ പിന്തുടർന്നു. അവരത് തട്ടിയെടുക്കുകയും ചെയ്തു. പക്ഷേ അവർ താങ്കളെ ഉപദ്രവിക്കുകയോ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല ഇതുവരെ. അതിനൊരു കാരണമുണ്ട്. അവർക്ക് ആ കടലാസ് കിട്ടിയെങ്കിൽ കൂടി അതിലെ ബൈബിൾ വചനങ്ങൾ എന്താണെന്ന് മനസ്സിലായില്ല. അത് താങ്കൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അവർക്ക് ആ ശവപ്പെട്ടിയിൽ എത്തിച്ചേരാൻ സാധിക്കൂ. അന്ന് നിങ്ങൾ എന്നോടൊപ്പം പള്ളിയിൽ വന്നത് അവർ നന്നായി ശ്രദ്ധിച്ചു കാണണം. പോലീസിന്റെ പെർമിഷൻ വാങ്ങി അകത്തു കയറി പരിശോധിച്ചതിന്റെ ഉദ്ദേശം അവർ മനസ്സിലാക്കി കാണണം. നമ്മൾ ആ ശവപ്പെട്ടി കണ്ടെത്തുമെന്നവർ ഒരു പരിധിവരെ വിശ്വസിക്കുന്നുണ്ട്. ഇനി അവർക്ക് നമ്മുടെ പുറകെ വരാനാണ് താല്പര്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ അലക്സി, ഒരു കാര്യം ചോദിച്ചോട്ടെ? അവരുടെ കണ്ണുവെട്ടിച്ച് നമ്മൾ കല്ലറ എങ്ങനെ പൊളിക്കും? താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ജോൺ, എല്ലാ കാര്യങ്ങളും താങ്കൾ മനസ്സിലാക്കിയാൽ നേരിട്ട് കാണുന്നതിന്റെ സുഖം കിട്ടുമോ മിസ്റ്റർ ജോൺ? താങ്കൾ അല്പം കൂടി കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. പടുവൃദ്ധനായ ഒരു വില്ലനെ നമുക്ക് കണ്ടെത്തണ്ടേ? അയാളുടെ അനുയായികളെ എല്ലാവരെയും പിടിക്കണ്ടേ? ശവപ്പെട്ടിയിലെ രഹസ്യം എന്താണെന്ന് നമുക്ക് കണ്ടെത്തണ്ടേ? ഇതിനെല്ലാം ഉത്തരം കിട്ടാൻ താങ്കൾ അല്പസമയം കൂടി കാത്തിരുന്നേ മതിയാകൂ മിസ്റ്റർ ജോൺ. അയാൾ പുറത്തേക്ക് പോയ സമയം നോക്കി ഞാൻ ഡ്രസ്സ് ചെയ്ത് റെഡിയായി. കയ്യിൽ ആയുധങ്ങളൊന്നും തന്നെയില്ല. ആകെയുള്ളതാകട്ടെ അലക്സിയുടെ കൈവശമുള്ള ഒരു കോൾട്ട് ഡയമണ്ട് ബാക്ക് മോഡൽ റിവോൾവറാണ്. അതാണെങ്കിൽ 6 ബുള്ളറ്റ് സൈക്കിളറും. അലക്സിയെക്കുറിച്ച് ഞാൻ ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ. പുള്ളി സ്വന്തമായി ഒരു ഡിറ്റക്റ്റീവ് ഏജൻസി നടത്തുകയാണ്. ഇപ്പോൾ അത്യാവശ്യം കേസുകളൊക്കെയുണ്ട്. ഇന്നത്തെ ഈ രാത്രിയിൽ എനിക്ക് അല്പം ടെൻഷനുള്ളത് എന്താണെന്ന് വെച്ചാൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ച് എനിക്ക് യാതൊരു രൂപവും ഇല്ല എന്നതാണ്. പെട്ടെന്ന് ഡോർ തുറന്ന് അലക്സി അകത്തേക്ക് കയറി വന്നു. മിസ്റ്റർ ജോൺ, ഇത് താങ്കളുടെ കയ്യിൽ വെക്കണം. ഒരു പൊതി എന്റെ നേർക്ക് നീട്ടി. അതിനുള്ളിൽ ചെറിയ തോതിലുള്ള സോഡിയത്തിന്റെ ഒരു ദ്രാവക സങ്കരത്തിൽ ഗ്ലിസറിനും വിറ്റാമിൻ എയുടെ പൊടിയും പ്രത്യേക അനുപാതത്തിൽ ചേർത്ത തരിയുടെ രൂപത്തിലുള്ള ഒരു മിക്സ്ചറാണ്. ആ പൊടി കണ്ണിൽ വീണാൽ മിസ്റ്റർ ജോൺ, അടുത്ത അരമണിക്കൂറിന് നേരം താങ്കൾക്ക് കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെടും. ആ അരമണിക്കൂർ കൊണ്ട് തന്നെ സാവകാശം കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്യും. പക്ഷേ കാഴ്ച തിരിച്ചു കിട്ടിയാൽ കൂടി ചെറിയൊരു മങ്ങൽ അവശേഷിച്ചുകൂടുന്നില്ല. പിന്നെ നിങ്ങൾ ഉറങ്ങിയെണീറ്റ ശേഷമേ പൂർണ്ണമായ കാഴ്ച തിരിച്ചു കിട്ടൂ. ആയതിനാൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഇത് ഉപയോഗിക്കാവൂ. മറ്റൊന്നും കൊണ്ടല്ല, താങ്കൾക്ക് തന്നെ വിനയാകാത്ത വിധമാണ് ഉപയോഗിക്കേണ്ടത് എന്നാണ് സൂചിപ്പിച്ചത്. ഞാൻ ആ പൊതി വാങ്ങി പോക്കറ്റിൽ സൂക്ഷിച്ചു വെച്ചു. പിന്നെ ജോൺ, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്
എന്തിനാണ് പോകുന്നത് എന്നൊന്നും താങ്കൾ തിരക്കാൻ പാടില്ല. എന്നെ അനുഗമിക്കുക മാത്രമാണ് താങ്കൾ ചെയ്യേണ്ടുന്ന ഒരേയൊരു കാര്യം. ഇടയ്ക്ക് വെച്ച് പിരിയേണ്ടി വന്നാൽ താങ്കൾ കൃത്യം 12:30 ശ്മശാനത്തിലെത്തുക. വാച്ച് കെട്ടാൻ ഒരു കാരണവശാലും മറക്കരുത്. മൊബൈലിൽ ഫുൾ ചാർജാക്കി വെക്കുക. എന്നാൽ സൈലന്റ് മോഡിലിട്ട് വൈബ്രേഷൻ മോഡിൽ തന്നെ ആയിരിക്കണം. നമ്മൾ കൃത്യം 9 മണിക്ക് തന്നെ ഇവിടെ നിന്നും പുറപ്പെടും. തൽക്കാലം ഒരു ഫിയറ്റ് കാർ സംഘടിപ്പിച്ചിട്ടുണ്ട്. അയാൾ ബാഗിൽ എന്തൊക്കെയോ സാധനങ്ങൾ നിറച്ചു. റിവോൾവർ സോക്സിനുള്ളിൽ തിരുകി കയറ്റി. ഞങ്ങൾ ബാഗുമായി കാറിലെത്തി. അയാൾ ഡിക്കി തുറന്നു നോക്കി. ഒരു പിക്കാസ്, മൺകോരി, ആക്സോ ബ്ലേഡ്, പ്ലെയർ തുടങ്ങി സകല സാധനങ്ങളും 2 വീതം ഉണ്ടായിരുന്നു. അയാൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ ഞാൻ പറഞ്ഞു, അലക്സി, ഇത് പള്ളിയിലേക്കുള്ള വഴിയല്ലല്ലോ. അയാൾ ചിരിച്ചുകൊണ്ട് എന്നെ നോക്കി ചുണ്ടിനു മുകളിൽ ചൂണ്ടുവിരൽ വെച്ച് മിണ്ടാതിരിക്കാൻ പറഞ്ഞു. ഞാൻ പിന്നെ ഒന്നും മിണ്ടിയില്ല. ഇടയ്ക്ക് റിയർവ്യൂ മിററിൽ കൂടി നോക്കിയപ്പോൾ ഒരു കാർ പിന്തുടരുന്ന പോലെ തോന്നി. ആ കാര്യം ഞാൻ അലക്സിയെ അറിയിച്ചു. അയാൾ മിററിൽ കൂടി അവരെ ശ്രദ്ധിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചു. ഒരു ഇടവഴിയിലേക്ക് കാർ തിരിഞ്ഞു. ഞാൻ തിരിഞ്ഞു പുറകിലേക്ക് നോക്കി. അല്പം ദൂരത്തിലാണെങ്കിലും ആ ഓടി കാർ പുറകെ തന്നെയുണ്ട്. പെട്ടെന്ന് അലക്സി വണ്ടി നിർത്തി. തൊട്ടടുത്ത് തന്നെ റാന്തലിന്റെ ഒരു ചെറിയ വെളിച്ചം കാണുന്ന ഒരു വീടുണ്ടായിരുന്നു. ഞങ്ങൾ പതിയെ പുറകിലേക്ക് ശ്രദ്ധിച്ചു. ആ കാറും നിർത്തിക്കഴിഞ്ഞു. അലക്സി അവരെ ശ്രദ്ധിക്കാത്ത രീതിയിൽ ഡിക്കി തുറന്ന് എല്ലാ ടൂൾസും എടുത്ത ശേഷം പുറകിലേക്ക് ശ്രദ്ധിക്കാതെ ആ വീട്ടിലേക്ക് നടന്നു. അയാളെ സഹായിച്ചുകൊണ്ട് ഞാൻ പുറകെയും. ഞങ്ങൾ ആ വീടിനുള്ളിൽ കയറി. അവിടെ ബലിഷ്ഠരായ 2 പേരുണ്ടായിരുന്നു. അവർ കൂടുതൽ റാന്തലുകൾ കൊളുത്തിവെച്ചു. എന്നിട്ട് ആ വീടിന്റെ വരാന്തയിൽ കുഴിയെടുക്കാൻ ആരംഭിച്ചു. ഞാൻ രഹസ്യമായി അലക്സിയോട് ചോദിച്ചു, അപ്പോൾ താങ്കൾ എന്നോട് പറഞ്ഞത് എല്ലാം കളവായിരുന്നു അല്ലേ? ഇപ്പോൾ ഈ കുഴിയെടുക്കുന്നത് ആ ശവപ്പെട്ടിക്ക് വേണ്ടിയല്ലേ? അലക്സി ചിരിച്ചു. ഞാൻ താങ്കളോട് കള്ളം പറഞ്ഞില്ല മിസ്റ്റർ ജോൺ. പക്ഷേ താങ്കൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിയതിൽ വന്ന തെറ്റുകൊണ്ടാണ് ഇപ്പോൾ വന്ന സംശയം. പെട്ടെന്ന് വാതിൽക്കൽ ഒരു ശബ്ദം കേട്ടു. ഞങ്ങൾ തിരിഞ്ഞു നോക്കി. ഒരു വീൽചെയർ ഉരുട്ടിക്കൊണ്ട് വന്നു നിൽക്കുന്ന ബലിഷ്ഠമായ ശരീരത്തോടു കൂടിയ ഒരാൾ. ആ വീൽചെയറിൽ കൂനുപിടിച്ചിരിക്കുന്ന കറുത്ത ഗ്ലാസ് വെച്ച ഒരു പടുവൃദ്ധൻ സായിപ്പ്. അയാൾ കയ്യിലിരുന്ന ചുരുട്ട് പുകച്ചുകൊണ്ട് ഇംഗ്ലീഷിൽ ചോദിച്ചു. മലയാളത്തിൽ അതിങ്ങനെ: ഗുഡ് ഈവനിങ് മിസ്റ്റർ അലക്സി. നിങ്ങളുടെ കണ്ടുപിടുത്തങ്ങൾ ഇതുവരെ കണ്ടു നിൽക്കുകയായിരുന്നു ഞങ്ങൾ. അതിബുദ്ധിമാനാണ് താങ്കളെന്ന് കേൾക്കാനിടയായി. എങ്കിൽ പിന്നെ ഇങ്ങോട്ട് വരുന്നതിനു മുമ്പ് താങ്കളെ ഒന്ന് നേരിട്ട് കണ്ടിട്ട് പോകുന്നതാണ് ശരിയെന്ന് എനിക്കും തോന്നി. ഒരു ശവപ്പെട്ടി അന്വേഷിച്ചാണ് ഞങ്ങൾ ഇംഗ്ലണ്ടിൽ നിന്നും ഇവിടെ എത്തിയത്. അതിവിടെയുണ്ടെന്നറിയാൻ താങ്കളുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമുള്ളതുകൊണ്ടാണ് ഇത്രയും നാൾ താങ്കളുടെ ജീവൻ നിലനിർത്താൻ ഞങ്ങൾ സഹായിച്ചത്. അത് കേട്ട് അലക്സി പറഞ്ഞു, താങ്കൾ 1940കളിൽ ഒരു ബ്രിട്ടീഷ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു. ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിൽ മിസ്റ്റർ റിച്ചാർഡ്സിനൊപ്പം കുറേ നാൾ പ്രവർത്തിച്ചു. അന്ന് കേരളത്തിൽ നിന്നും ലഭിച്ച പുരാവസ്തുക്കൾ ഇംഗ്ലണ്ടിലേക്ക് കടത്തുന്ന ഡ്യൂട്ടി നിങ്ങൾക്കും റിച്ചാർഡ്സനുമായിരുന്നു. പുരാവസ്തുക്കളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ലഭിച്ച ഒരു ശവപ്പെട്ടിയിൽ നിങ്ങൾ വിലപിടിപ്പുള്ള എന്തോ കണ്ടെത്തി. നിങ്ങൾ റിച്ചാർഡ്സനുമൊത്ത് അത് ഗവൺമെന്റിനെ വെട്ടിച്ച് മറിച്ചു വിൽക്കാൻ തീരുമാനമെടുത്തു. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന റിച്ചാർഡ്സൺ ഒരു ബസ്സിൽ അതുകൊണ്ട് പോകുന്നതിനിടയിൽ ആ ശവപ്പെട്ടിയുമായി കടന്നുകളഞ്ഞു. തന്നെ അയാൾ ചതിച്ചു എന്ന് മനസ്സിലാക്കിയ താങ്കൾ അയാൾ ഒളിച്ചിരുന്ന സ്ഥലം രഹസ്യമായി അറിയുകയും ഗവൺമെന്റിന് ഒറ്റിക്കൊടുക്കുകയും ചെയ്തു. അയാളെ ബ്രിട്ടീഷ് നിയമം തൂക്കിലിടുകയും ചെയ്തു. എന്നാൽ അയാൾ കൊണ്ടുപോയ ശവപ്പെട്ടി കണ്ടെത്താൻ നിങ്ങൾക്ക് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഇതുവരെ സാധിച്ചില്ല. എന്നാൽ സംശയം തോന്നിയ അയാളുടെ മക്കളെ നിങ്ങൾ വധിക്കുകയും ചെയ്തു. ഇപ്പോൾ പിന്നെ നിങ്ങളെങ്ങനെയാണ് ഇവിടെയുള്ള ശവപ്പെട്ടിയെക്കുറിച്ച് അറിഞ്ഞത് എന്ന് മാത്രം എനിക്ക് മനസ്സിലായില്ല. അയാൾ മറുപടി പറഞ്ഞു. ബുദ്ധിരാക്ഷസനായ അലക്സി എന്ന ഡിറ്റക്റ്റീവ് ആരാണെന്ന് മനസ്സിലാക്കാൻ ഒരവസരം തന്നതിന് ജീസസ് ക്രൈസ്റ്റിന് നന്ദി എന്ന് പറഞ്ഞ് അയാൾ കുരിശു വരച്ചു. എൻ്റെ പേര് മാർട്ടിൻ. 7 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇംഗ്ലണ്ടിലേക്ക് മടങ്ങിയ എൻ്റെ 8 പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ചരിത്രം വരെ വളരെ വ്യക്തമായി എനിക്ക് മുന്നിൽ വരച്ചു കാട്ടിയ ചിത്രകാരൻ്റെ കഴിവ് അംഗീകരിക്കാതിരിക്കാൻ സാധ്യമല്ല. സുഹൃത്തെ, താങ്കളെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. ഇംഗ്ലണ്ടിൽ കുടുംബമായി കഴിയുമ്പോഴും എൻ്റെ മനസ്സിൽ നൂറുനൂറ് ചിന്തകളായിരുന്നു. എൻ്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയ കോടികൾ വിലമതിക്കുന്ന ആഡംബര ജീവിതം,
അതെന്നും ഒരു സങ്കടമായി എന്റെ നെഞ്ചിൽ അവശേഷിച്ചു. പക്ഷേ ഞാൻ പ്രതീക്ഷ കൈവിട്ടില്ല. ഇന്റർനെറ്റ് എന്ന അത്ഭുതം വീണ്ടും എന്റെ പ്രതീക്ഷകൾക്കും ജീവിതത്തിനും പുതിയ നിറഭേദം തന്നെ നൽകി. ഗൂഗിൾ സെർച്ച് എന്ന ഓപ്ഷനിൽ ആരെങ്കിലും ഈ ശവപ്പെട്ടിയെപ്പറ്റി സെർച്ച് ചെയ്താൽ അവരുടെ ഡീറ്റെയിൽസ് ലഭിക്കാൻ ഞാനൊരു വെബ്സൈറ്റ് തന്നെ ഡെവലപ്പ് ചെയ്തു. ഹാക്കർമാരെ കൂട്ടുപിടിച്ച് കെണിയൊരുക്കി ഞാൻ കാത്തിരുന്നു. അങ്ങനെയിരിക്കെ റാഫേൽ എന്നു പേരുള്ള ഒരു പ്രീസ്റ്റ് എന്നെ അന്വേഷിച്ച് എന്റെ വെബ്സൈറ്റിൽ വന്നു. ലൊക്കേഷൻ ട്രേസ് ചെയ്ത് അയാളെ തിരക്കി ഞാനും എന്റെ കൂട്ടാളികളും ഇങ്ങോട്ട് പോന്നു. ഇയാൾ റോമിലെ മറ്റൊരു പുരോഹിതനുമായി നടത്തിയ ചാറ്റ് ഞങ്ങൾ ജിമെയിലിൽ നിന്നും ഹാക്ക് ചെയ്തിരുന്നു. എന്നാൽ അതിലെ പരസ്പര ബന്ധമില്ലാത്ത സംഭാഷണങ്ങൾ ഞങ്ങളുടെ മുന്നോട്ടുള്ള വഴിയടച്ചു. തുടർന്ന് ഞങ്ങൾ പള്ളിയിലെത്തി അച്ഛനെ തട്ടിക്കൊണ്ടുപോയി. എന്നാൽ അച്ഛനാണെങ്കിൽ ജോണിനെക്കുറിച്ചല്ലാതെ ഒരു വക വഴിവിട്ട് പറഞ്ഞുമില്ല. പിന്നെ ആകെയുള്ള ഓപ്ഷൻ നിങ്ങളെ പിന്തുടരുക എന്നതായിരുന്നു. നിങ്ങൾ ഞങ്ങളെ ശവപ്പെട്ടിയുടെ തൊട്ടടുത്തെത്തിക്കുമെന്ന് ഞങ്ങൾക്കുറപ്പുണ്ടായിരുന്നു. അയാൾ തോക്കെടുത്ത് ഞങ്ങൾക്ക് നേരെ ചൂണ്ടി. ഞങ്ങളെല്ലാവരും ബന്ധിക്കപ്പെട്ടു. കാറിൽ നിന്നും റാഫേൽ അച്ഛനെ ഞങ്ങളുടെ കൂടെ കൊണ്ടുവന്നിരുത്തി. അലക്സി അച്ഛനെ ആരാധനയോടെ നോക്കുന്നത് കാണാമായിരുന്നു. അവർ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവിടെയുണ്ടായിരുന്ന ജോലിക്കാരെ കൊണ്ട് കുഴിയെടുപ്പിച്ചു. ഏകദേശം 12 മണി അടുപ്പിച്ചെത്തിയപ്പോൾ മൺവെട്ടി എന്തിലോ തട്ടി. ഞങ്ങളുടെ കൈയും കാലും ബന്ധിക്കപ്പെട്ടിരുന്നതിനാൽ ഞങ്ങൾക്ക് എത്തിനോക്കുക മാത്രമേ നിവർത്തിയുണ്ടായിരുന്നുള്ളൂ. അതാ അതിപുരാതനമായ ആ ശവപ്പെട്ടി. ഞാൻ അലക്സിയെ നോക്കി. ആ മുഖത്ത് യാതൊരു ഭാവഭേദവുമില്ല. റാഫേൽ അച്ഛനാകട്ടെ നല്ല നിരാശ മുഖത്തുണ്ടായിരുന്നു. മാർട്ടിൻ കുഴിക്കടുത്തേക്ക് വന്നു. റാന്തലിന്റെ വെളിച്ചത്തിൽ അയാളുടെ മുഖം സന്തോഷം കൊണ്ട് വിടരുന്നത് ഞാൻ വ്യക്തമായി കണ്ടു. അയാളുടെ കിങ്കരന്മാർ ആ പെട്ടി വലിച്ചു പൊക്കി മുകളിൽ കിടത്തി. രാജകീയ പ്രൗഢിയുള്ള ആ ശവപ്പെട്ടി ഒന്ന് കാണേണ്ടത് തന്നെയാണ്. അതിന്റെ മുകളിലായി സിന്ധു നദീതട സംസ്കാരത്തെ സൂചിപ്പിക്കുന്ന നിരവധി കൊത്തുപണികൾ കാണാമായിരുന്നു. വശങ്ങളിൽ ഈജിപ്ഷ്യൻ മമ്മികളെ അനുസ്മരിപ്പിക്കുന്ന ചിത്രങ്ങൾ ആലേഖനം ചെയ്തിരുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ ആ പെട്ടി തുറക്കപ്പെട്ടു. കുറെ പൊടിയും പുകയും അസഹനീയമായ നാറ്റവും അനുഭവപ്പെട്ടു. ഒരു നിമിഷം എല്ലാവരും നിശബ്ദരായി. മാർട്ടിൻ സന്തോഷം കൊണ്ട് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ഞങ്ങൾ അതിനുള്ളിലേക്ക് എത്തിനോക്കി. അതിനുള്ളിൽ അതിപുരാതനമായ ഒരു അസ്ഥിക്കൂടമുണ്ടായിരുന്നു. അതിന്റെ പല ഭാഗങ്ങളും പൊടിഞ്ഞു പൊടിഞ്ഞ് ആ പെട്ടിയിൽ അടിഞ്ഞുകൂടിയിരുന്നു. മാർട്ടിൻ ആർത്തിയോടെ അസ്ഥിക്കൂടം വലിച്ചെടുത്ത് പുറത്തിട്ടു. അതിന്റെ കാലിന്റെ ജോയിന്റ് അറ്റുപോയി. അവിടമാകെ വല്ലാത്തൊരു നാറ്റം അനുഭവപ്പെട്ടു. അയാൾ അതിനകത്ത് മുഴുവൻ പരിശോധന നടത്താൻ തുടങ്ങി. അതിന്റെ ഏറ്റവും അടിയിലത്തെ പലക കഷ്ണത്തിൽ ഒരു രഹസ്യ അറ രൂപപ്പെടുത്തിയതുപോലെ എന്തോ കാണാൻ സാധിച്ചു. അയാൾ അതിനകത്ത് മുഴുവൻ ചൂണ്ടുവിരൽ കൊണ്ട് പരതി നോക്കി. ഒരു കടലാസ് കഷ്ണം അയാളുടെ കയ്യിൽ തടഞ്ഞു. മൊബൈൽ പോക്കറ്റിൽ ഇട്ട ശേഷം അയാൾ ആ കടലാസ് റാന്തലിനു നേരെ തിരിച്ചു പിടിച്ചു നോക്കി. അതിൽ എന്തൊക്കെയോ എഴുതിയിരിക്കുന്നുണ്ട്. പക്ഷേ വായിക്കാൻ തക്കവിധം വ്യക്തമായിരുന്നില്ല അതിലെ അക്ഷരങ്ങൾ. കിങ്കരന്മാർ അയാളുടെ സഹായത്തിനെത്തി. വ്യക്തമായി കാണാൻ സാധിക്കുന്നില്ല എന്ന് തോന്നിയതുകൊണ്ടാകാം അവർ വെളിച്ചം ആ കടലാസിലേക്ക് കൂടുതൽ കേന്ദ്രീകരിച്ചു. കുറെ സമയത്തെ ശ്രമത്തിനു ശേഷം അവർ അതിലെ ഉള്ളടക്കം കണ്ടെത്തി. സോറി മിസ്റ്റർ മാർട്ടിൻ, എന്നെ ചതിച്ചുകൊന്ന താങ്കൾക്ക് ഒരിക്കലും അർഹമായതല്ല ഈ ശവപ്പെട്ടിയിലെ രഹസ്യം. അത് എത്തിപ്പെടേണ്ട സ്ഥലത്ത് തന്നെ എത്തിച്ചേർന്നിരിക്കുന്നു. താങ്കൾ എന്തെങ്കിലും ഈ ശവപ്പെട്ടിയും തിരക്കി ഇവിടെ എത്തുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ടായിരുന്നു. അർഹതയില്ലാത്തത് ആഗ്രഹിച്ചു തുടങ്ങുമ്പോൾ ജീവിതത്തിന്റെ അവസാനം എത്തിച്ചേരും. അത് വിധിയാണ്. താങ്കളുടെ പ്രിയ സുഹൃത്ത് റിച്ചാർഡ്സൺ. ആ റാന്താൽ വെളിച്ചത്തിലും അയാളുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ ഒഴുകിയിറങ്ങുന്നത് നല്ല വ്യക്തമായി കാണാമായിരുന്നു. അയാളാകെ തകർന്നുപോയെന്ന് അയാളുടെ മുഖഭാവം വ്യക്തമാക്കുന്നു. ഞങ്ങളുടെ കൈയിലെയും കാലിലെയും കെട്ടുകൾ അഴിക്കപ്പെട്ടു. മാർട്ടിൻ തിരിഞ്ഞ് അലക്സിയോട് ചോദിച്ചു, എനിവേ, ഇത്രയും ഊഹങ്ങൾ നടത്തിയ താങ്കളുടെ ബുദ്ധി അപാരം തന്നെ മിസ്റ്റർ അലക്സി. അയാൾ നേരെ പിടിച്ച തോക്കിൽ നിന്നും 6 ബുള്ളറ്റും ഊരിയ ശേഷം തോക്ക് തിരികെ നൽകിക്കൊണ്ട് പറഞ്ഞു, സമ്മതിച്ചിരിക്കുന്നു നിങ്ങളെ. പക്ഷേ എനിക്കൊരു സംശയം മാത്രമേ ബാക്കിയുള്ളൂ. എങ്ങനെയാണ് നിങ്ങൾ ഈ ശവപ്പെട്ടി തീരെ ആളൊഴിഞ്ഞ സ്ഥലത്തുള്ള ഈ വീടിന്റെ ഹാളിലാണെന്ന് മനസ്സിലാക്കിയത്? ഒന്ന് വ്യക്തമാക്കാമോ? അലക്സി തുടർന്നു.
അത് വളരെ നിസ്സാരമാണ് മിസ്റ്റർ മാർട്ടിൻ. റോമിലെ പുരോഹിതനായ ക്ലിന്റൺ റാഫേൽ അച്ഛൻ അയച്ച കത്തിൽ ഒരു കോഡ് ഉണ്ടായിരുന്നതായി ഞങ്ങൾ മനസ്സിലാക്കി. ആ കോഡ് മിസ്റ്റർ ജോൺ ഡീകോഡ് ചെയ്തപ്പോൾ അതിൽ ഒരക്ഷരം മാത്രം തെറ്റിപ്പോയിരുന്നു. പക്ഷേ ജോണിനോട് പോലും ഞാൻ അതേപ്പറ്റി സൂചിപ്പിക്കുകയുണ്ടായില്ല. അയാൾ പറഞ്ഞത് കൃത്യമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു. എന്നാൽ യഥാർത്ഥത്തിലുള്ള സ്ഥലം കിട്ടാൻ ജോൺ പറഞ്ഞ കോഡിലെ നാലാമത്തെ അക്ഷരമായ എ മാറ്റി പകരം സി ആക്കിയാൽ മതിയെന്ന് മാപ്പിന്റെ സഹായത്തോടെ തന്നെ കണക്കുകൂട്ടിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതായത് നേരത്തെ കണ്ടെത്തിയ പള്ളി സെമിത്തേരിയിലല്ല, മറിച്ച് 2 കിലോമീറ്റർ മാറി കാണപ്പെട്ട ഈ വീട്ടിലാണ് ശവപ്പെട്ടി എന്നും വ്യക്തമായി. അപ്പോൾ തന്നെ ശവപ്പെട്ടിയുടെ രഹസ്യമറിയാനുള്ള ആകാംക്ഷയിൽ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് തിരിക്കുകയും ചെയ്തു. എന്നാൽ ഞങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് താങ്കളും അനുയായികളും ഞങ്ങളെ പിന്തുടർന്നു വരികയും ബന്ധസ്ഥനാക്കുകയും ചെയ്തു. എന്റെ തോക്ക് തന്നെ എനിക്ക് നേരെ ചൂണ്ടി ശവപ്പെട്ടി വീണ്ടെടുക്കുന്നത് വരെയും പ്രതികരിക്കാൻ പറ്റാത്ത വിധത്തിൽ ഇരുത്തുകയുമുണ്ടായി. പക്ഷേ എനിക്ക് മനസ്സിലാകാത്ത ഒരേയൊരു കാര്യം ആ ശവപ്പെട്ടിയിലെ രഹസ്യം എന്താണെന്നതാണ്. ഈ ലോകത്തിൽ ആ ഒരു ചോദ്യത്തിന്റെ മറുപടി തരാൻ ഒരാൾക്ക് സാധിക്കുമെങ്കിൽ അത് താങ്കൾക്ക് മാത്രമാണ് മിസ്റ്റർ മാർട്ടിൻ. മാർട്ടിൻ ചിരിച്ചു. ആ രഹസ്യം ഞാൻ ഇല്ലാതാകുമ്പോൾ എന്നോടൊപ്പം തന്നെ മൺമറയുന്നതാണ് എനിക്കിഷ്ടം സുഹൃത്തെ. അപ്പോൾ പിന്നെ ശരി മിസ്റ്റർ അലക്സി. ഇനിയൊരു കണ്ടുമുട്ടൽ ഒരുപക്ഷെ ഉണ്ടായെന്ന് വരില്ല. എന്തായാലും പരിചയപ്പെടാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. അവർ പരസ്പരം കൈകൊടുത്ത് പിരിഞ്ഞു. അയാളുടെ കിങ്കരന്മാർ ആ ശവപ്പെട്ടി പല കഷ്ണങ്ങളാക്കി അവരുടെ വണ്ടിയുടെ ഡിക്കിയിൽ കയറ്റിയ ശേഷം എല്ലാവരും വണ്ടിയിൽ കയറി. കുഴിയെടുക്കാൻ വന്നവർക്ക് കൂലി കൊടുത്ത ശേഷം അവരുടെ കാറിന്റെ പുറകെ തന്നെ ഞങ്ങളും വീട്ടിലേക്ക് തിരിച്ചു. ഞാനാകെ അസ്വസ്ഥത പ്രകടിപ്പിച്ചു. എന്നാലും ആ റിച്ചാർഡ്സൺ ആ പെട്ടിക്കുള്ളിലെ അമൂല്യമായ നിധി മാർട്ടിന് കിട്ടാത്ത വിധമാക്കിയല്ലോ. പക്ഷേ അയാൾക്കാണേൽ അനന്തരാവകാശികൾ ആരും തന്നെ ഇല്ലതാനും. പിന്നെ എങ്ങോട്ടായിരിക്കും ആ സ്വത്തുവകകൾ പോയിട്ടുണ്ടാവുക? റാഫേൽ അച്ഛൻ പറഞ്ഞു. മിസ്റ്റർ അലക്സി, താങ്കൾക്കെങ്ങനെയാണ് ഞാൻ ഈ ശവപ്പെട്ടിയുടെ പിന്നാലെയാണെന്ന് മനസ്സിലായത്? അലക്സി പറഞ്ഞു. അച്ഛന്റെ കമ്പ്യൂട്ടർ ഞങ്ങൾ മൊത്തം അരിച്ചു പറക്കി. അച്ഛന്റെ ഗൂഗിൾ സെർച്ച് റിസൾട്ടുകൾ ഉൾപ്പെടെ. അവ ഫോളോ ചെയ്തപ്പോൾ തന്നെ കാര്യങ്ങളെല്ലാം പകൽ പോലെ വ്യക്തമായി. പക്ഷേ താങ്കൾക്കും ആ കോഡിനെ ഡീകോഡ് ചെയ്യാൻ സാധിച്ചില്ല എന്നത് ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. അച്ഛൻ ചിരിച്ചു. ഞാനൊരിക്കലും അത് ഗൂഗിൾ മാപ്പിലെ പൊസിഷനാണെന്ന് മനസ്സിലാക്കിയില്ല അലക്സി. ക്ലിന്റനെ സമ്മതിക്കണം. മറ്റാർക്കും മനസ്സിലാകാത്ത രീതിയിൽ അയാൾ നമുക്ക് ആ ശവപ്പെട്ടിയുടെ പൊസിഷൻ അയച്ചു തന്നു. വിരോധാഭാസം എന്തെന്ന് വെച്ചാൽ അത് നമുക്ക് പോലും മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധമുള്ള കോഡിംഗ് പോയി. ഞാൻ ഇടയ്ക്കു കയറി. അപ്പോൾ അച്ഛൻ എനിക്ക് തന്ന ആ കടലാസ് എങ്ങനെയാണ് എന്റെ റൂമിലെ അലമാരയിൽ നിന്നും മോഷണം പോയത്? അതും ഒരു റൂമും കുത്തി തുറക്കാതെ? അലക്സി പൊട്ടിച്ചിരിച്ചു. മിസ്റ്റർ ജോൺ, നിങ്ങൾക്ക് ഒരു വലിയ മണ്ടത്തരം പറ്റി. അച്ഛന്റെ കയ്യിൽ നിന്നും വാങ്ങിയ ആ കടലാസ് അലമാരയിൽ വെക്കുന്നതിന് തൊട്ടു മുന്നേ താങ്കൾ തുറന്നു നോക്കിയിരുന്നതായി പറഞ്ഞല്ലോ. കവർ പൊട്ടിച്ച് തുറന്നു നോക്കിയ ശേഷം നിങ്ങൾ ആ കടലാസ് കവറിൽ വെച്ച് തന്നെ തിരിച്ച് അലമാരയിലെ രഹസ്യാറയിൽ വയ്ക്കുകയും ചെയ്തു. അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ആ കവറിന്റെ ഇടതുവശത്തും വലതുവശത്തും സ്റ്റാപ്ലർ പിന്നടിച്ച് ഭദ്രമാക്കിയ ശേഷമാണ് അലമാരക്കുള്ളിലെ രഹസ്യ അറയിൽ താങ്കൾ വെച്ചത്. താങ്കളുടെ ഇരുമ്പ് അലമാരയിലെ ഏറ്റവും താഴത്തെ അറയിലാകട്ടെ 5000 വാട്ട്സിന്റെ ഒരു വലിയ സ്പീക്കറിന്റെ കാന്തം ഒട്ടിയ അവസ്ഥയിൽ ഇരിപ്പുണ്ട് താനും. ഒരു ഇരുമ്പലമാര മുഴുവൻ ശക്തമായൊരു കാന്തമായി പ്രവർത്തിക്കാൻ ഇതുപോരെ? രഹസ്യാറയുടെ ബാക്കിയുള്ള 3 വശങ്ങളിലും ന്യൂസ് പേപ്പർ കൊണ്ട് മറച്ചു വെച്ചിരുന്നതിനാൽ ആ കവറിലെ 2 സ്റ്റാപ്ലറും മുകളിലേക്ക് ആകർഷിക്കപ്പെടുകയും കവർ രഹസ്യാറയുടെ മുകളിൽ ചെന്ന് പറ്റിപ്പിടിക്കുകയും ചെയ്തു. താങ്കൾ പലതവണ അന്വേഷണം നടത്തിയപ്പോഴും കടലാസടങ്ങിയ കവർ ആ അറയിൽ തന്നെ ഉണ്ടായിരുന്നു. താങ്കളൊന്ന് മുകളിലേക്ക് കൂടി വെട്ടമടിച്ച് നോക്കിയിരുന്നുവെങ്കിൽ കടലാസ് മോഷ്ടിക്കപ്പെട്ടു എന്ന താങ്കളുടെ തെറ്റിദ്ധാരണ മാറിയനെ. നേരത്തെ ഞാൻ താങ്കളുടെ അലമാര പരിശോധിച്ചപ്പോൾ അലമാരയുടെ മുൻവശത്ത് ഒട്ടിപ്പിടിച്ച നിലയിൽ 2 1 രൂപ നാണയങ്ങൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അപ്പോഴാണ് അലമാര ഒരു കാന്തമായി പ്രവർത്തിക്കുന്നു എന്ന വസ്തുത എനിക്ക് മനസ്സിലായത്. ഞാൻ അലമാര തുറന്നു നോക്കിയപ്പോഴാണ് നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിരുന്ന സ്പീക്കറിന്റെ കാന്തം ഉൾപ്പെടുന്ന ഭാഗം അലമാരയിൽ ഒട്ടിച്ചേർന്നിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതും രഹസ്യാറയുടെ മുകൾ തട്ടിലേക്ക് എന്റെ നോട്ടം പതിഞ്ഞതും ആ കവർ കണ്ടെത്തിയതും. ഞാൻ അന്തം വിട്ടു. അപ്പോൾ ആ കടലാസ്? വണ്ടി ഓടിക്കുന്നതിനിടയിൽ അലക്സി ചിരിച്ചുകൊണ്ട് ആ കവറെടുത്ത് എന്റെ നേരെ നീട്ടി.
ഞാൻ ആകാംക്ഷയോടെ അതിന്റെ മുകളിലും കീഴെയും നോക്കി. ശരിയാണ്. 2 സ്റ്റാപ്ലർ അടിച്ച 4 സുഷിരങ്ങൾ അടയാളമായി അവശേഷിച്ചിട്ടുണ്ട്. അച്ഛൻ ചിരിച്ചു. ഞാൻ ചോദിച്ചു, അപ്പോൾ അലക്സിക്ക് ഈ കടലാസ് കിട്ടിയായിരുന്നു അല്ലേ? അലക്സി ഒന്നും മിണ്ടിയില്ല. എന്നെ നോക്കി പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. ഞാൻ അതിലെ റോമൻ അക്ഷരങ്ങളിലേക്ക് നോക്കി. ഇതിലുപയോഗിച്ചിരിക്കുന്ന ബൈബിളിലെ വാചകങ്ങൾ എന്താണെന്ന് പറയാമോ? അവയുടെ അർത്ഥങ്ങളും? ജോൺ, അത് റൂമിലെത്തിയ ശേഷം താങ്കൾക്ക് വ്യക്തമാക്കി തരാം. ഇല്ലെങ്കിൽ ആ കടലാസ് പലതവണ വായിച്ച നമ്മുടെ റാഫേൽ അച്ഛനെ വീണ്ടും കേൾപ്പിച്ച് നമുക്ക് ബോറടിപ്പിക്കേണ്ടി വരും. ഞങ്ങൾ അച്ഛനെ പള്ളിയിൽ എത്തിച്ച ശേഷം വീട്ടിലേക്ക് മടങ്ങി. അലക്സി പിറ്റേ ദിവസം അച്ഛനയച്ച കത്തിന്റെ എല്ലാ വിവരങ്ങളും എനിക്ക് വ്യക്തമാക്കി തന്നു. അടുത്ത ദിവസം മാർട്ടിൻ ഇംഗ്ലണ്ടിൽ നിന്നും അലക്സിയെ വിളിച്ച് കുറേ സമയം സംസാരിച്ചു. റിച്ചാർഡ്സനെ ചതിച്ചതിൽ അയാൾക്ക് വിഷമമുണ്ടെന്ന് തോന്നിയതായി അലക്സി എന്നോട് പറയുകയുണ്ടായി. അന്ന് രാത്രിയിൽ ഞങ്ങൾ റാഫേലച്ചനെ കാണാൻ പള്ളിയിലേക്ക് പോയി. അലക്സിക്ക് ഞങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് സൂചിപ്പിച്ചു. ഞങ്ങൾ അച്ഛന്റെ ചാപ്പലിൽ ഒത്തുകൂടി. അലക്സി റാഫേലച്ചനോട് ചോദിച്ചു, അന്ന് ജോണിനെ അച്ഛനേൽപ്പിച്ച ഫോട്ടോസ്റ്റാറ്റ് കടലാസിന്റെ ഒറിജിനൽ എവിടെ? എന്നെ അന്ന് തട്ടിക്കൊണ്ടു പോകാൻ അവർ പള്ളിയിലെത്തിയപ്പോൾ ഞാൻ ആ ഒറിജിനൽ കത്തിച്ചു കളഞ്ഞു. അച്ഛനത് കിട്ടിയത് തീർച്ചയായും ക്ലിന്റൺ അയച്ച ഒരു മെയിലിൽ നിന്നായിരിക്കുമല്ലോ. അതെനിക്കൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ? അലക്സി, ഈ കേസ് അല്പം നിഗൂഢത നിറഞ്ഞ ആയതിനാൽ ആ മെയിലുകളെല്ലാം അയച്ച ശേഷം അപ്പോൾ തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്യാറുണ്ട്. പോരാഞ്ഞ് ജിമെയിൽ അക്കൗണ്ട് കൂടി ഡിലീറ്റ് ചെയ്ത് സേഫ് ആണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യും. ശരി. താങ്കൾക്ക് ജോൺ പറഞ്ഞ ആ കോഡ് ഓർമ്മിക്കാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല മിസ്റ്റർ അലക്സി. ഞാനത് ഓർത്തെടുക്കാൻ ശ്രമിച്ചു നോക്കിയതാണ്. എന്നാൽ ഓർമ്മശക്തി പഴയതുപോലെ അത്ര പോരാത്തതിനാൽ ജോണിനെ പോലെ ഓർമ്മിച്ചെടുക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് സത്യം. ശരി. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ട് നിങ്ങൾ ഞെട്ടരുത്. നിങ്ങൾ രണ്ടുപേരും കരുതുന്നത് പോലെ മാർട്ടിൻ ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോയത് യഥാർത്ഥ ശവപ്പെട്ടിയല്ല. ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ ഞെട്ടി. അലക്സി തുടർന്നു. മാർട്ടിനെ വഴിതെറ്റിക്കാൻ വേണ്ടി ഞാൻ തയ്യാർ ചെയ്തതാണ് ആളൊഴിഞ്ഞ സ്ഥലത്തെ ആ വീട്. അവിടെ നമ്മൾ പോയതിന്റെ തലേദിവസം ഞാൻ തന്നെ കുഴിച്ചുമൂടിയ ശവപ്പെട്ടിയാണ് അയാൾ കുഴിച്ചെടുത്തത്. മലയാള സിനിമയിൽ ആർട്ട് വർക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ ടീമായ ബ്ലൂബസ്റ്റ് ആർട്ടിസ്റ്റിന്റെ സഹായത്തോടെ ഞാൻ ആ വീട്ടിൽ പുരാതനമായ ഒരു അസ്ഥികൂടം തയ്യാറാക്കി ഉള്ളിലടക്കിയ ശേഷം ആ ശവപ്പെട്ടി കുഴിച്ചു മൂടുകയായിരുന്നു. ഡ്രയിങ് മെഷീന്റെ സഹായം മണ്ണിലെ നനവ് പെട്ടെന്ന് ഉണക്കാൻ സഹായകമായി. അയാൾക്ക് ഒരു സംശയവും തോന്നാത്ത വിധത്തിൽ കാര്യങ്ങൾ നടപ്പിലാക്കാൻ സാധിച്ചു. അവർക്ക് കുറച്ചു തുക ചെലവായെങ്കിലും അവർ ജോലി നല്ല വൃത്തിയായി ചെയ്തു. പക്ഷേ ഞാനന്ന് അങ്ങനെയൊരു ശവപ്പെട്ടി കുഴിച്ചുമൂടാൻ തീരുമാനിച്ചുവെങ്കിലും ഒരു ചെറിയ പ്രശ്നം അവശേഷിച്ചിരുന്നു. റിച്ചാർഡ്സന്റെ കയ്യിലുള്ള ആ ശവപ്പെട്ടി പണ്ട് മാർട്ടിൻ നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ശവപ്പെട്ടി നാടകം പൊളിയുമെന്നായിരുന്നു ആ പ്രശ്നം. ഒരുപക്ഷെ അങ്ങനെ സംഭവിച്ചാൽ അവരെ ആക്രമിച്ച് പിടികൂടേണ്ട അവസ്ഥയിൽ എത്തിയേനെ കാര്യങ്ങൾ. മിസ്റ്റർ ജോണിന്റെ കയ്യിൽ ഞാൻ തന്ന ആ പൊടി ഓർമ്മയുണ്ടോ? ഞാൻ നടത്തിയ ആസൂത്രണം പൊളിഞ്ഞുവെങ്കിൽ അവരെ കായികമായി നേരിടാൻ ഒരിക്കലും സാധിക്കില്ലെന്നതുകൊണ്ടാണ് ആ പൊടി കരുതിയിരുന്നത്. താങ്കൾ നേരത്തെ പൊടിയെടുത്ത് പ്രയോഗിച്ചു കളയുമോ എന്ന് ഞാൻ ഭയന്നു. പക്ഷേ അവർ താങ്കളെയും എന്നെയും അഴിക്കാൻ പറ്റാത്ത വിധം കെട്ടിയിട്ടതിനാൽ ഞാൻ ഭയന്ന പോലെ താങ്കൾ ആ പൊടിയെടുത്ത് പ്രയോഗിച്ചില്ല. പക്ഷേ മാർട്ടിന് പെട്ടി കണ്ടിട്ട് തിരിച്ചറിയാൻ സാധിക്കാതെ പോയപ്പോൾ അയാൾ യഥാർത്ഥ പെട്ടി ഒരുപക്ഷെ ഒരിക്കലും നേരിട്ട് കണ്ടിട്ടുണ്ടാകില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. കണ്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ നാടകം പൊളിഞ്ഞു പാളീസായേനെ. എങ്കിലവരെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആക്രമിച്ച് കീഴ്പ്പെടുത്തേണ്ടി വന്നേനെ. ആ ശവപ്പെട്ടിയിൽ അയാൾ പ്രതീക്ഷിക്കുന്ന ഒന്നുമില്ല എന്ന് അയാൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുകയായിരുന്നു എന്റെ ലക്ഷ്യം. അത് സാധിക്കുന്നതിൽ നമ്മൾ പൂർണ്ണമായും വിജയിച്ചു. മിസ്റ്റർ ജോൺ, താങ്കൾ ഓർത്തു പറഞ്ഞ കോഡിൽ എ എന്ന ലെറ്റർ ശരിക്കും തെറ്റിയിരുന്നു. പക്ഷേ അത് മാർട്ടിൻ വിശ്വസിച്ച പോലെ സി അല്ല. അലക്സയെ ഓർത്ത് ശരിക്കും അത്ഭുതം തോന്നിപ്പോയി. അടക്കാനാകാത്ത ആകാംക്ഷയോടെ അച്ഛനും ഞാനും ഒരേ ശബ്ദത്തിൽ ചോദിച്ചു. പിന്നെ ഏതാണ് ആ അക്ഷരം? അലക്സി ചിരിച്ചു. എന്നിട്ട് കയ്യിലുണ്ടായിരുന്ന റോമൻ ലിപിയിലുള്ള കടലാസ് കോപ്പി സിഗരറ്റ് ലൈറ്റർ ഉപയോഗിച്ച് കത്തിച്ചു കളഞ്ഞു. അത് ഒരു പിടി ചാരമായി മാറി. ആ അക്ഷരം ഉൾപ്പെടെ ബാക്കിയുള്ള എല്ലാ അക്ഷരങ്ങളും നമ്മൾ മറക്കുന്നു മിസ്റ്റർ ജോൺ. അതിൽ എന്ത് രഹസ്യമുണ്ടായിരുന്നാലും അത് കൈവശപ്പെടുത്താൻ മാർട്ടിന് മാത്രമല്ല നമുക്കും അവകാശമില്ല.
നമ്മുടെ നാടിന് ഉപകരിക്കുമെങ്കിൽ അതിന് വിധിക്കപ്പെട്ട ദിവസം ആ രഹസ്യം പുറം ലോകം അറിയട്ടെ. പ്രിയ കൂട്ടുകാരെ, കഥ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ഒരു ലൈക്കും കൂടി. താങ്ക് യു.